Hello guys, welcome back to the podcast. Sri here. And നമുക്ക് ഇന്ന് ഇവിടെ ഉള്ളത് is a very special and honorable guest. Yeah. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഗൈസ് എൻ്റെ ബ്ലഡ് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ലക്ഷ്മി ആൻറ്റി എന്നായിരിക്കും ത്രൂ ഔട്ട് ദി പോഡ്കാസ്റ്റ് വിളിക്കാൻ പോകുന്നത്. മാഡം പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി, അഞ്ചൽ ഹേമ ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി പറഞ്ഞാൽ എൻ്റെ അച്ഛനൊരു ആയുർവേദ ഡോക്ടറാണ്. അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ അച്ചാച്ചനും ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. അന്നത്തെ കാലത്തെ BAMS തുല്യമായ ഡിഗ്രിയായ വൈദ്യ കലാനിധി നമ്മുടെ ഗവൺമെൻറ് ആയുർവേദ കോളേജ് തിരുവനന്തപുരത്ത് നിന്ന് പാസ് ഔട്ടായതാണ്. അച്ഛനും അച്ചാച്ചനും മൂന്ന്. അപ്പൊ ഇത് തേർഡ് ജനറേഷൻ ആണ് ആയുർവേദം വരുന്നത്. ജനറേഷൻ അക്കാഡമിക്കലി അതിനു മുന്നേയും വൈദ്യര് ഉണ്ട്. അത്ര ലീനിയേജ് ഉള്ള ഒരു 100-300 വർഷം 400 വർഷമായിട്ട് ഈ ഒരു ലീനിയേജിലുള്ള ആളുകള് ഡോക്ടർ ലക്ഷ്മി എന്ന് പറയുന്ന ആളുടെ ലീനിയേജിലുള്ളവര് വൈദ്യശാസ്ത്രവും ആയുർവേദവും പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ലക്ഷ്മി, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ there are some things that's passed down knowledge other than textbook എന്ന്? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. എന്നാലും നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അക്കാഡമിക് വിദ്യാഭ്യാസം തന്നെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ തന്നെ വരണം, എങ്കിലേ അതിനൊരു ക്രെഡിബിലിറ്റി ഉള്ളൂ. ഈ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി കാണിക്കുന്നതെല്ലാം ആയുർവേദം അല്ല. ഇഫ് വി ആർ ട്രൂലി ഫുള്ളി ഇൻവോൾവ്, നമ്മൾ അക്കാഡമിക്കലി നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഡിഗ്രി എടുത്തതിന് ശേഷം മാത്രം പ്രാക്ടീസ് ചെയ്യുക. കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ വേറെയും ഡോക്ടേഴ്സുണ്ട്, വേറെയും പ്രാക്ടീസിങ് ഡോക്ടേഴ്സുണ്ട്. അല്ലാതെ നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ബേസിക് ആയുർവേദത്തിനെ പറ്റിയൊരു അവഗാഹം ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ അവരാരും പ്രാക്ടീസ് ചെയ്യുമോ, അവർക്ക് പോലും മരുന്ന് നമ്മളോട് ആലോചിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അതാണ് അതിന്റെ ഒരു കറക്റ്റ് വേ. ഞാൻ സംശയിച്ചോട്ടെ, ഈ ആയുർവേദം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡീപ്പായിട്ടുള്ളവർക്ക് അതിന്റെ എന്താന്ന് അറിയാം. പക്ഷെ ഒരു കോമൺ കൺസ്യൂമർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വിവരമില്ലാതെ ജീവിക്കുന്ന എന്നെയോ അല്ലെങ്കിൽ ഇത് കാണുന്ന ആരെങ്കിലും പോലുള്ള ഒരാൾക്ക് അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഇതൊക്കെ ജസ്റ്റ് ഡിഫറെന്റ് തിങ്സ് ആണ്, ഓപ്ഷൻസ് മാത്രമാണ്. അപ്പം ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, നമ്മൾ എപ്പോഴും ആയുർവേദത്തിനെ ഈ ആലോപ്പതി ഹോമിയോപ്പതി പോലെ മറ്റൊരു വൈദ്യശാസ്ത്രമായിട്ട് മാത്രമാണ് ആയുർവേദത്തിനെ പൊതുജനങ്ങൾക്കറിയാം. അതെ, യഥാർത്ഥത്തിൽ ആയുർവേദം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതിൻ്റെ ആ വേർഡ് തന്നെ നമ്മളൊന്ന് ഡീറ്റെയിൽ ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആയു എന്ന് പറഞ്ഞാൽ ലൈഫ്, ആയു എന്ന് പറഞ്ഞാൽ ലൈഫാണ്. ഓക്കെ. വേദം എന്ന് പറഞ്ഞാൽ സയൻസ്. അപ്പം ജീവിക്കാൻ ഉള്ള ശാസ്ത്രം, ഹൗ ടു ലീവ്, അതാണ് ആയുർവേദം. അപ്പൊ ഇത് മെഡിസിന്റെ കഥയും അങ്ങനൊന്നും അല്ല. അപ്പം ആയുർവേദത്തിന്റെ നമ്മൾ അതിൻ്റെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്നൊരു ശ്ലോകമുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ആയുർവേദം എന്ന് പറയുന്നത്? എന്താ സംഭവം ഓർമ്മയുണ്ടോ? എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള ലക്ഷ്മി, ഞാൻ ഇന്നലെ ChatGPT-ന്റെ അടുത്തൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്തതാ. ദാറ്റ് കോൺവെർസേഷൻ ഇസ് എന്ന് വെച്ചാൽ എനിക്ക് 2 മോതിരമുണ്ട്. വൺ ഇസ് സിൽവർ ആൻഡ് അതർ വൺ ഇസ് കോപ്പർ. അപ്പൊ ഞാൻ ChatGPT-ന്റെ അടുത്ത് ചോദിച്ചു ഇതിന് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോ, സംഭവങ്ങൾ ഉണ്ടോ. സോ ഞാൻ ആയുർവേദത്തിൽ നിന്നുള്ള നോളജ് ബ്രോട്ടപ്പ് ചെയ്യാൻ പറഞ്ഞു. സോ എനിക്ക് ഈ ഒരു കണ്ടംപററി നമ്മുടെ സയന്റിഫിക് നോളജ് വെച്ച് നോക്കുമ്പം അവര് ഈ ഇന്ന മെറ്റൽ ഇന്ന തമ്പിലോ ഇങ്ങനെ ബോഡിയിലോ ഒന്നും ഇടുന്നതിനകത്ത് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും ഇല്ല, അങ്ങനൊന്നും ഒരു സംഭവമില്ല. പക്ഷെ ആ സൂൺ ഞാൻ ChatGPT-ന്റെ അടുത്ത് ഇത് പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പം ഒരുപാട് എന്താ പറയണ സ്റ്റഡി അബൌട്ട് ലൈഫിനെ കുറിച്ച് അവർ പൊക്കിക്കൊണ്ടുവന്ന്. സോ നമുക്കിപ്പോഴും ഇല്ലാത്ത കറണ്ട് നോളജ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആയുർവേദം സ്വാസ്ഥ്യ ഹിതം ആതുരസ്യ രോഗാനിർത്ത് എന്ന് വെച്ചാൽ സ്വസ്ഥൻ, ആരോഗ്യമായിട്ട് മെയിൻറ്റെയിനിങ് ദ ഹെൽത്ത് ഓഫ് ദ ഹെൽത്തി ആൻഡ് ട്രീറ്റിംഗ് ദ അൺഹെൽത്തി, അല്ലെങ്കിൽ രോഗാതുരനെ ചികിത്സിക്കുക. ഇതാണ് ആയുർവേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ചികിത്സാശാസ്ത്രം എന്നതിനുപരി ജീവിക്കാൻ, നമുക്ക് ലോങ്വിറ്റി കിട്ടാൻ, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ശാസ്ത്രം, ഒരു ലൈഫിന്റെ ഗൈഡ് ബുക്ക് ആണെന്ന്. ഇനി ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, ഈ എല്ലാ രോഗികളും എന്തോ മറ്റേ
കഫം അങ്ങനെ എന്തോ സംഭവമില്ലേ നമ്മുടെ എല്ലാ അത് പറയാം ഇപ്പം ഈ മ്യൂക്കസിനെ പറ്റി മ്യൂക്കസിനെ പറ്റി ആയുർവേദം എന്ന് പറയുന്നത് ത്രിദോഷ സിദ്ധാന്തത്തെ ബേസ് ചെയ്താണ് വരുന്നത്. ത്രിദോഷ സിദ്ധാന്തം. ത്രിദോഷം എന്ന് പറഞ്ഞാൽ വാദം, പിത്തം, കഫം. വാദം, പിത്തം, കഫം. ഇത് എന്തൊക്കെയാണെന്ന് പറയാമോ? എനിക്ക് എൻ്റെ ഒരു സാറുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പം റീസെന്റ് 1 വർഷം മുന്നേ മരിച്ചു. ഡോക്ടർ എൽ മഹാദേവൻ. അദ്ദേഹം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ പ്രപഞ്ചം മൊത്തം തന്നെ നമുക്ക് വാദപിത്ത കഫമായിട്ട് ഡെറിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആയുർവേദ ലീനേജിൽ പോയ ഒരാളാണെങ്കിൽ പോലും നമ്മൾ +2 വരെ പഠിച്ചിട്ട് നേരെ ആയുർവേദത്തിന് പോയി ചേരുമ്പം നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. കാര്യം ഒരു 5000 years പുറകിലോട്ട് നമ്മൾ പെട്ടെന്ന് പോകുന്ന ഒരു എഫക്റ്റ് ആണ് പഠന രീതികളും. എന്ന് വെച്ചാൽ സംസ്കൃതം നമുക്കറിയില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ 5000 years പുറകിൽ പോയി എന്നുള്ളൊരു ഫീല് വരുമ്പം നമുക്ക് ഏറ്റവും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ത്രിദോഷം ഇതൊന്നും നമുക്ക് എന്താണെന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് വരുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഓരോ കാര്യങ്ങളെയും വാദപിത്ത കഫമായിട്ട് കോറിലേറ്റ് ചെയ്യും. വാദം, പിത്തം, കഫം. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മളിപ്പം ത്രിമൂർത്തികളില്ലേ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. അപ്പൊ അവരെ 3 പേരെയും തന്നെ വാദപിത്ത കഫമായിട്ട് കോറിലേറ്റ് ചെയ്യുക. വാദം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി, പിത്തം എന്ന് പറഞ്ഞാൽ എനർജി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം, എനർജി. ആൻഡ് കഫം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ there should be a solid medium. ഒരു മീഡിയം വേണം. സോളിഡ് സബ്സ്റ്റൻസ്, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഇത് വേണം. അത് കഫം. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആയുർവേദം ഫണ്ടമെന്റലി ഡീൽസ് വിത്ത് എനർജി അല്ല, യൂണിവേഴ്സ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് വെച്ച് തന്നെയാണ് ആയുർവേദം വരുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന എനർജീസ്, അത് എവിടെയാണ് നടക്കുന്നതെന്നുള്ള മീഡിയം. ഇപ്പൊ നിങ്ങളിപ്പം മിത്താന്ന് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായ ഗണപതി. ഗണപതിയെ സ്തുതിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ഇപ്പം ഓം നമോ ഓം വിഘ്നേശ്വര കപിത്ത ജംബൂ ഫലസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. അതിനകത്ത് പറയുന്നുണ്ട് കപിത്ത ജംബൂ ഫലസാര ഭക്ഷിതം. കപിത്തം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മലയാളം? ജംബു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മറ്റേ ഞാവൽപ്പഴം. കപിത്തത്തിന്റെ മലയാളം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഓക്കെ, ഇതാണ് നിവേദ്യമായിട്ട് വെക്കുന്നത്. അപ്പം ഇത് നമ്മൾ ആ ഫ്രൂട്ടിനെ നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ലോ ആയിട്ടുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒബിസിറ്റിക്കും പ്രമേഹത്തിനും ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഗണപതിയെ നിങ്ങളൊന്ന് രൂപം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വലിയ വയറുള്ള, ആയിട്ടുള്ള, പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള അല്ലെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാള് അധികം മധുരം കഴിച്ചിട്ട് മറ്റേ ലഡു ആണ് പുള്ളിയുടെ ഇഷ്ടമുള്ള. അപ്പൊ സ്തുതിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇപ്പം ഈ ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു മിത്തോളജിയുമായിട്ടും വളരെ വളരെ ഒന്നിച്ചു പോകുന്നതാണ്. ഓരോ കാര്യങ്ങളും നമുക്ക് അങ്ങനെ കോറിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇപ്പൊ മെയിൻറ്റെയിനിങ് ദ ഹെൽത്ത് ഓഫ് ദ ഹെൽത്തിയിലേക്ക് വരാം. സ്വാസ്ഥ്യം, സ്വസ്ഥസ്യ സ്വാസ്ഥ്യഹൃദം. അപ്പം നല്ല രീതിയിൽ ഒരു സ്വസ്ഥനായിട്ടിരിക്കണം. എന്തിനാണ് സ്വസ്ഥനായിട്ടിരിക്കുന്നത്? ആയുസ് കൊണ്ട് നമുക്ക് എന്താണ് കാര്യം? ധർമ്മ അർത്ഥ കാമ മോക്ഷ. ഈ 4 എണ്ണം വേണമെങ്കിൽ, ധർമ്മ അർത്ഥ കാമ മോക്ഷ, ഈ 4 എണ്ണം വേണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം, ആയുസ് വേണം, ആരോഗ്യം വേണം. അതെ, വേണ്ടേ? കറക്റ്റാ. അപ്പൊ ഇത് തരാൻ വേണ്ടിയിട്ടാണ് ആയുർവേദം ഉണ്ടെന്നാണ്. അപ്പം ആയുർവേദം പറയുന്നത് തന്നെ നമ്മളുടെ ജീവന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആയുസിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ 4 വേണ്ടിയുള്ളതാണെന്നാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷ, ഇതിന് ആരോഗ്യം പരമുത്തമം, ആയുർവേദ ഉപദേശേഷു പരമാചരഃ. ആയുർവേദത്തിന്റെ ഉപദേശങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു ലോങ്വിറ്റി കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ധർമ്മം, നമ്മൾ റൈറ്റിയസ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റും. ധർമ്മം ഡൈറ്റിയസ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്താൽ എന്ത് പറ്റും? അർത്ഥം, ധനം വരും. അതിനുള്ള മീനിങ്സ്, അതിനുള്ള
അതുകൊണ്ട് നമുക്കുള്ള ഉണ്ട് ബലങ്ങൾ അർത്ഥം ബലങ്ങൾ എന്ന് പറഞ്ഞാൽ പൈസയും തന്നെ ഉദ്ദേശിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, അർത്ഥം കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? കാമം. കാമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈർസ് എല്ലാം ഫുൾഫിൽ. ഡിസയേഴ്സ് എല്ലാം ആ ഡിസൈർസ് വൺസ് ഫുൾഫിൽഡ് ആയാൽ എന്താണ്? പിന്നെ നമുക്ക് മോക്ഷം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന തൊട്ട് ഇപ്പൊ എല്ലാം അങ്ങ് ഉപേക്ഷിച്ച് പോയി നമ്മൾ പോയി സന്യാസത്തിൽ ഇരുന്ന് ഹിമാലയത്തിൽ ഇരുന്നാലല്ല. അല്ല, മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? എന്താണിത്, ഈ സംഗതി എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നതാണ് മോക്ഷം. യെസ്, നമ്മള് ഈ ലോകത്ത് നടക്കുന്ന മായ എന്ന് പറയുന്ന ഒരു സാധനം റിയലൈസ് ചെയ്തെന്ന ഒരു എന്താണ് ഇതിന്റെ പരിപാടി എന്ന് മനസ്സിലായ അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ അതിനകത്തൊരു പൊട്ട ചോദ്യം എനിക്ക് ചോദിക്കുള്ളൂ. എനിക്ക് ഇപ്പം ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ആയുർവേദം എന്ന് പറഞ്ഞ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കാരണം ഇതിന്റെ ഒറിജിനൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഞാൻ എവിടെയോ നമ്മൾ പഠിക്കുന്നത് നമ്മൾ പറയുന്നത് ഈ ശിവനാണ് ഇത് നമുക്ക് കൊണ്ടു തന്നതെന്നൊക്കെ ഉള്ളൊരു നമ്മൾ പഠിക്കുന്നത് ബ്രഹ്മാസ്മൃത്വ എന്നാ പഠിക്കുന്നത്. ബ്രഹ്മാവ് ഓർത്തു. അപ്പൊ ഈ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതായിട്ട് ശിവൻ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ബ്രഹ്മാവിൽ നിന്ന് ദക്ഷപ്രജാപതി നിന്നാണ് ഇത് ഭൂമിയിലേക്ക് വരുന്നത്. ദക്ഷപ്രജാപതി എന്ന് പറഞ്ഞാല് ദക്ഷൻ പാർവതിയുടെ അച്ഛനല്ലേ? ഓക്കെ 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 ഓക്കെ, അങ്ങനെയാണ് ഇത് ഭൂമിയിലോട്ട് വരുന്നത്. അവിടുന്ന് പിന്നെ ഇങ്ങനെ അഗ്നിവേശനിൽ നിന്ന് ചരകൻ, അങ്ങനെ അങ്ങനെ പല സ്കൂൾസ് വന്ന് വരുവാണ്. അപ്പം അത് ഇങ്ങനെ അന്നത്തെ ഒരു സമ്പ്രദായത്തിലും ഇങ്ങനെ പല പല സ്കൂളിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ ചരകന്റെ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ അവര് സർജറി ഒന്നും ചെയ്യുന്നില്ല, അല്ലാതുള്ള ഈ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ശുശ്രുത സ്കൂൾ എന്ന് വെച്ചാൽ അത് പ്യൂർലി സർജറി. ആദ്യത്തെ സർജൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോഴും നമ്മള് ഇപ്പൊ അലോപ്പതി ഇതിന്റെ അകത്താണെങ്കിലും ഉപയോഗിക്കുന്ന പല നമുക്ക് അത്ഭുതം തോന്നും പല സർജറി എക്വിപ്മെന്റ്സും ശുശ്രുത സംഹിതയിൽ പറയുന്ന സാധനം. അപ്പൊ അത്രയും ഇതായിട്ട് കഡാവർ ഡിസെക്ഷൻ ഒക്കെ വളരെ ഡീപ്പായിട്ട് ശുശ്രുത സംഹിതയിൽ പറയുന്നു. ഇത് ഈ ശുശ്രുത ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ശുശ്രുത എന്ന് പറയുന്ന മഹർഷി സർജറി ചെയ്തെന്നുള്ള ഡീപ്പായിട്ടുള്ള റൈറ്റിംഗ്സ് ഉണ്ട് നമ്മുടെ. അത് എത്ര വർഷം മുന്നാന്നറിയാവോ? ഏകദേശം എത്ര? 5000 ഇയേഴ്സ് മുന്നേ സർജറി ചെയ്തതിന്റെ റിട്ടൺ ഡോക്യുമെന്റ്സ് നമ്മളുടെ കയ്യിലുണ്ട്. This is coming from a very renowned doctor, ആയുർവേദ ഡോക്ടർ. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ എന്തുകൊണ്ട് വെളിയിൽ വരുന്നില്ല? അതെന്തായിരിക്കും ലക്ഷ്മി ആന്റി ഇതിന്റെ കാരണം? നമ്മള് ആയുർവേദം എന്നൊക്കെ പറഞ്ഞാലേ കുറേ വർഷത്തെ നമുക്ക് നമ്മളെ സ്റ്റാഗ്നന്റ് ആയിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ബട്ട് സ്റ്റിൽ ആയുർവേദ prevails and exists. ഉറപ്പായിട്ടും. അപ്പം ഇത് ബാക്ക് അടിച്ച് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ഇൻവേഷൻസ് ഒക്കെ വരുന്ന സമയം തൊട്ട് ബുദ്ധിസം, ഹിന്ദുയിസം മാറി ബുദ്ധിസത്തിന്റെ ഇത് വരുന്ന സമയം, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ അശോക ചക്രവർത്തിയുടെ സമയത്ത് ഈ സർജറി നിരോധിക്കപ്പെട്ടിരുന്നു. എന്ന് വെച്ചാ പിന്നെ ബുദ്ധൻ എന്തോ സർജറി ചെയ്തിട്ട് മരിച്ചു എന്നൊക്കെ ഒരു അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ അങ്ങനെ അത് ആ സമയത്തൊക്കെ സർജറി പൂർണ്ണമായിട്ടും നിരോധിച്ച സമയമുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ ഈ നമുക്ക് ഡെവലപ്മെന്റ്സ് കുറഞ്ഞു പോയ സമയമുണ്ട്. ഇപ്പോഴും നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ അനസ്തേഷ്യ പോലുള്ള പെയിൻ റിലീഫ് ആയിട്ടുള്ള സംഭവങ്ങളുടെ അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കുറവാണ് ആയുർവേദത്തില്. അപ്പൊ അത് നമുക്ക് ഒരു അപ്പം മോഡേൺ മെഡിസിനിൽ അതൊക്കെ വളരെ അഡ്വാൻസ് ചെയ്ത് പോയപ്പോഴത്തേക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പം പല ഇപ്പൊ വ്രണം കേസസ് ഒക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നോൺ ഹീലിംഗ് അൾസേഴ്സ്, വൂണ്ട്സ്, അതൊക്കെ അലോപ്പതിക്കാർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ അമ്മാമ്മയുടെ കാര്യം തന്നെ ചോദിച്ചാൽ അത്രയും 10-12 സ്റ്റിച്ചുള്ള ഒരു ഓപ്പൺ വൂണ്ടായിട്ടാണ് ആ സർജറി കഴിഞ്ഞിട്ട് അത് സെപ്റ്റിസ് ആയിട്ട് വീട്ടിൽ വിട്ടത്. അപ്പം നമ്മൾ പ്യൂർലി ആയുർവേദം വെച്ചാണ് ഡ്രസ്സ് ചെയ്തിട്ട് 1 മാസം കൊണ്ട് അത് ഹീൽ ചെയ്തെടുത്തു. അപ്പം തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ തന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഹീൽ ചെയ്തതെന്ന്. അപ്പം അവർക്കതൊരു ഹോപ്പില്ലാത്ത ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ പല കേസസും നമുക്കങ്ങനെ വണ്ടർഫുൾ റിസൾട്ട്സ് കിട്ടുന്ന കേസുണ്ട്. എന്നാൽ പല കാര്യങ്ങളും ചില പരിമിതികൾ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. നമ്മള് ഒരു ശാസ്ത്രത്തിനെ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആയുർവേദത്തിനെ ആ ഒരു ജീവിതചര്യ എന്ന രീതിയിൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ
അത് നിങ്ങളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിന് വളരെ പ്രയോജനം. എന്ന് വെച്ചാല് പറയുന്നത് വെച്ചാൽ നിങ്ങൾ അസുഖം വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പം മാത്രം കാണേണ്ടതോ കേൾക്കേണ്ടതോ ഒരു കാര്യമല്ല ആയുർവേദം. ആയുർവേദം നമ്മളെ എന്നും എണീക്കുന്ന മുതൽ ഉറങ്ങുന്നവരെ ചെയ്യേണ്ട ഒരു ജീവിക്കേണ്ട ഒരു രൂപമാണ്, അല്ലെങ്കിൽ ഒരു വേ ഓഫ് ലിവിങ് ആണ്. ഡിസിപ്ലിൻ ഓഫ് ലൈഫ് പോലെ. അതെ, ഡിസിപ്ലിൻ ഓഫ് ലൈഫ്. നമ്മൾ രാവിലെ എണ്ണീറ്റ് ഇപ്പൊ എക്സസൈസ് ചെയ്യുന്നത്, പല്ല് തേക്കുന്നത്, പല കാര്യങ്ങൾ ചെയ്യുന്നത് ദിനചര്യയാണ്. അതുപോലെ ഏത് സമയത്ത് എണ്ണീക്കണം, എന്തുകൊണ്ട് പല്ല് തേക്കണം, അതൊക്കെ ആയുർവേദം പറഞ്ഞു തരുന്നുണ്ടല്ലേ. അതേപോലെ നമുക്ക് ഗെറ്റിംഗ് ബാക്ക് ടു ദ റൂട്ട് ക്വസ്റ്റ്യൻ, ആയുർവേദത്തിന് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് എനിക്ക് തോന്നിയതാണ്, ഒരുപാട് പേര് ബാക്ക് സ്ലാഷ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ കറണ്ട്, ഐ നോ യു ആർ എ ഡോക്ടർ, യു കാൻ കമന്റ് ലോട്ട് ഓൺ ദാറ്റ്. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ there is not enough funding and research opportunities for Ayurvedic doctors. അത് ഇപ്പം കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ഗവൺമെന്റ് ഒക്കെ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം WHO ഒക്കെ നമ്മള് നല്ല രീതിയിൽ ട്രഡീഷണൽ മെഡിസിൻ എന്നുള്ള രീതിയിൽ അക്സെപ്റ്റൻസ് കൂടി വരുന്നുണ്ട്. വേൾഡ് വൈഡ് ആണെങ്കിലും ആയുർവേദത്തിനൊരു റെക്കഗ്നീഷൻ വരുന്ന ഒരു സമയമാണ്, ഇമേർജ് ചെയ്യുന്ന സമയമാണ്. ഇപ്പം നിങ്ങൾ തന്നെയാണെങ്കിലും ഇപ്പം ഞാൻ ഫാമിലിയിൽ ഉള്ളതുകൊണ്ട് മാത്രമല്ലല്ലോ, അല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും ഒക്കെ ആണെങ്കിലും ആയുർവേദത്തിനൊരു 10 years ബാക്ക് ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഒരു ഉറപ്പായിട്ടും ഇരട്ടി വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു റെക്കഗ്നീഷൻ ഉണ്ട് പൊതുവിൽ. അത് ഈ കോവിഡ് സമയത്ത് മുതലേ അത് നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. ഇനി ഡോക്ടറിന്റെ ലൈഫിൽ നിന്ന് ഒരു പേഴ്സണൽ ഇൻസിഡന്റ് അറിയണ്ട. ദ ക്വസ്റ്റ്യൻ ഇസ്, ഒരു ടൈം മറ്റേ കോളേജ് ലൈഫിലോ പഠിക്കുമ്പോഴെപ്പോഴേലും ആയുർവേദത്തിനകത്ത് ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് വണ്ടർ അടിച്ചൊരു മൊമെന്റ് ഒന്ന് റീകളക്ട് ചെയ്യാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ നമ്മള് പുസ്തകത്തിൽ പഠിക്കുന്നത് ആ സാധനമല്ല ഇത് എന്ന് മനസ്സിലായ ഒരു കിളി മൊമെന്റ്. അത് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇപ്പം ആയുർവേദം എൻ്റെ അച്ഛൻ, ഞാൻ പറഞ്ഞല്ലോ ആയുർവേദ ഡോക്ടറാണ് എന്ന് പറഞ്ഞാലും എനിക്ക് ഈ പ്രൊഫഷൻ ഭയങ്കര ഡെഡിക്കേഷൻ വേണ്ടതായതുകൊണ്ട് ഞാൻ അതിന് പോകണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല. അച്ഛൻ്റെ ഒരു പ്രഷറിൽ പോയതാണ്, അച്ഛനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് പോയതാണ്. അച്ഛനോട് നോ പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പോയതാണ്. പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ചെന്ന് ഒരു 2-3 months എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഈ പദാർത്ഥം എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല, പദാർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാവാൻ, എന്തിനാ ഇത് പഠിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പം പ്രകൃതിയും പുരുഷനും, എന്താണ് പ്രകൃതിയും പുരുഷനും, നമ്മൾ ആലോചിക്കുമ്പം ഇതെന്ത് സ്ത്രീയും പുരുഷനുമാണോ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പം അതിൽ നിന്ന് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോഴെന്ന് പറഞ്ഞാലേ, ഇതാണ് ദിസ് ഈസ് വാട്ട് വി ആർ സെർച്ചിങ് ഫോർ, എസെൻസ് ഓഫ് അവർ ലൈഫ്. അതിനകത്തുള്ളൊരു എൻട്രി ആണ് എനിക്ക് കിട്ടിയേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ആയുർവേദം പഠിക്കാൻ പോയതിന് ശേഷമാണ് ഞാനൊരു ബിലീവർ ആയെന്ന് വേണമെങ്കിലും പറയാം. സ്പിരിച്വൽ തലത്തിലോട്ട് വന്നു. കണ്ണിൽ കാണുന്നത് മാത്രമല്ല സത്യം എന്നുള്ള തിരിച്ചറിവ്. പിന്നെ എനിക്ക് ആയുർവേദത്തിൽ പോയപ്പം ഏറ്റവും കൂടുതൽ വന്നെന്ന് പറഞ്ഞാൽ സാൻസ്ക്രിറ്റ് പഠിക്കാൻ അവസരം ഉണ്ടായല്ലോ. അപ്പം നമ്മുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടുതൽ ഇപ്പം ലളിത സഹസ്രനാമം തന്നെ ഇപ്പം അന്നത്തെ ഒരു ഏറ്റവും ഭയങ്കര ഒരു വ്യത്യാസം വന്ന കാര്യമാണ്. രാവിലെ കുളിക്കത്ത് പോലും ഇല്ലാത്ത ഞാൻ 4 മണിക്ക് കുളിച്ചിട്ടിരുന്ന് ലളിത സഹസ്രനാമം ചൊല്ലുന്ന ആ ഒരു മാനുവലായിട്ട് വന്ന ചേഞ്ച് ആണ്. ആ ഒരു ഇതിലോട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ചേഞ്ചാ. അപ്പം അങ്ങനെ നമ്മൾ ടോട്ടലി അതിലോട്ട് അങ്ങ് ഇൻവോൾവ് ആവുക. ആദ്യം കുറച്ചാളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി എന്തായാലും ഞാൻ പഠിക്കാൻ വന്നു, ഇനി ബാക്ക് പേപ്പർ ഒന്നും വരാതെ ഒറ്റ ചാൻസിൽ പാസ്സായി പോകണം എന്നുള്ളൊരു ഇത് വന്നു. പിന്നെ ഒരു പ്രശ്നമില്ല. പിന്നെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അന്ന് തോന്നുന്ന ഫീൽ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. അന്ന് ആ കടലിലെ ആദ്യത്തെ തിര കാണുന്ന തൊട്ടാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ചെന്നിരുന്നപ്പോൾ തോന്നിയത്. ഇപ്പോഴും ഒരു 5-6 തിരയും കൂടെ കണ്ടെന്നേ തോന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒന്നും അതിലോട്ടായിന്ന് തോന്നുന്നില്ല. ഓരോ ദിവസവും നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കും. എത്ര പഠിച്ചാലും കൂടുതൽ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്ന് തോന്നുന്നു. ഒരു ഡൗട്ട് എനിക്കുണ്ട്. ഈ പേർഷ്യൻ മിത്തോളജിയിലും നമ്മുടെ ഹിന്ദു മിത്തോളജിയിലും ഒക്കെ ഉള്ളൊരു പേരാണ് ഈ സോമ എന്ന് പറയുന്ന ഒരു മരുന്നിനെ പറ്റി. അത് ചിലവരിപ്പം പറയുന്നു അതൊരു മഷ്റൂം ആണെന്ന്, ചിലവർ പറയുന്നു 3-4
സൈക്കഡലിക്സ് ചേർത്തുണ്ടാക്കി രാജാക്കന്മാരുടെ മക്കൾക്കും കൊടുക്കുന്ന ഒരു മരുന്നായിരുന്നെന്നും ഈ സോമരസ എന്ന് പറയുന്നതും അത് പേർഷ്യൻ സൊറാസ്ട്രിയനിസത്തിലേക്ക് പോകുമ്പോൾ ഹോമരാസ് എന്ന് പറയുന്നതും അതിനെപ്പറ്റി എന്തെങ്കിലും ആയുർവേദത്തിൽ അതിനെപ്പറ്റി ഒന്നും ഒരു ഭയങ്കരമായൊരു ഇങ്ങനെ ആ മിത്തോളജി പറയുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് അക്കാഡമിക് ആയിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, അക്കാഡമിക് ആയിട്ട് പ്യൂർലി നമ്മളിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, നമ്മുടെ ലോങ്വിറ്റി ഇംപ്രൂവ് ചെയ്യുക. എന്തായാലും നമ്മൾ വൺ ഡേ വി വിൽ ഡൈ, അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ അസുഖങ്ങൾ വരും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആയുർവേദത്തിൽ പറയുന്നത്. പിന്നെ ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രഹ്മാവാണ് ആദ്യം പറഞ്ഞതൊന്നും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതാണ്. ബ്രഹ്മ സ്മൃത്വ എന്നാ പറയുന്നത്. അപ്പം ബ്രഹ്മാവ് വേറെ എവിടുന്നോ പഠിച്ചു. അപ്പം അങ്ങനെ പക്ഷെ ബ്രഹ്മാവാണ് ആയുർവേദത്തിന്റെ ഒറിജിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അത് ഇതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് വേദമല്ലേ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതില് ഭാഗമായിട്ട് തന്നെയാണ് ആയുർവേദം വരുന്നത്. ഓ, ആയുർവേദം വേദമാണ്. അപ്പൊ അത് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ബ്രഹ്മാവിൽ നിന്നാണ് ഇത് വരുന്നത്, വേദാസ് എല്ലാം ബ്രഹ്മാവിൽ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു മിത്തോളജിക്കലി നോക്കിയാൽ അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഈ സോഷ്യൽ സയൻസും പഠിച്ച പിള്ളേരാകുമ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇതൊരു സിവിലൈസേഷന്റെ ഇതായിട്ട് വരുന്നതാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് കോറിലേറ്റ് ചെയ്യാം. ഓരോ സിവിലൈസേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഇത് വെച്ചിട്ടാണ് ഈ ദേവാസും മനുഷ്യരും. ഉറപ്പായിട്ടും ഈ അസുരന്മാരും ദൈവന്മാരും തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ സൊറാസ്ട്രിയനിസത്തിൽ അവരുടെ ഈ നമ്മൾ ദൈവങ്ങൾ എന്ന് പറയത്തില്ലേ, നമുക്ക് ദൈവങ്ങളും നമുക്ക് വില്ലന്മാരായിട്ടുള്ളത് അസുരന്മാരുമാണ്. അതേസമയം പേർഷ്യനിലെ പണ്ടത്തെ ആളുകൾക്ക് അവരുടെ മിത്തോളജിയിൽ അവർ പ്രാർത്ഥിക്കുന്നത് അഹൂറാസിനെയാണ്. അഹൂറാസിനെയും അവരെയും കൊല്ലാൻ വരുന്ന ഡീമൺസിന്റെ പേര് ദൈവാസ് എന്നാണ്. അതെ അതെ, എന്ന് പറഞ്ഞാൽ അത് രണ്ടൊരു വാറിംഗ് ട്രൈബുകളായിരുന്നു. നമ്മളിപ്പോ റഷ്യ അമേരിക്ക അന്ന് നടന്നതുപോലെ. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ദേവാസ് അസുരാസ് എല്ലാം ഇപ്പൊ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് ഈ പിണ്ടത്തിൽ ഉള്ളത് അണ്ടത്തിലുണ്ട് എന്നത്. പിണ്ട തത് ബ്രഹ്മാണ്ട എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ അണുവിലും ഉള്ളത് ആണ് പ്രപഞ്ചത്തിലുള്ളത്. എല്ലാം ഒന്ന് തന്നെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ ദേവാസ് അസുരാസ് എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഈ അഷ്ടരാഗങ്ങൾ ഒക്കെ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, അഷ്ടരാഗങ്ങൾ എന്ന് വെച്ചാൽ കാമ, ക്രോധ, ഭയ, ലോഭ, നമ്മുടെ വികാരങ്ങൾ, 8 വികാരങ്ങൾ, അതെല്ലാം തന്നെ നമുക്ക് അസുരാസായിട്ട് കൂട്ടാം. തിരിച്ച് മനസ്സിലായോ? ഗുഡ് ഫീൽസ് ഒക്കെ നമുക്ക് ദേവാസായിട്ട് കൂട്ടാം. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെയാണ് ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. നമ്മുടെ അവയർനെസ് ആണ് ഹോൾ യൂണിവേഴ്സ്. ഒരിക്കലും ഡൗട്ടില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ വന്നിരുന്നൊരു പ്രശ്നമാണ്. ദേ ആർ ഹാവിങ് സോ മച്ച് മെന്റൽ സ്ട്രെസ്, മെന്റൽ പ്രോബ്ലംസ്, മെന്റൽ ആയിട്ടുള്ള എന്താ പറയാ ഡിപ്രഷൻ, ആങ്സൈറ്റി, അതെല്ലാം ഈ രാഗാസിന്റെ പ്രശ്നം കൊണ്ടാണ്. അതെല്ലാം ഈ അതിനെ കുറിച്ചൊക്കെ ഈ എന്തെങ്കിലും അഡ്രസ് ആയുർവേദം കൊടുക്കുന്നുണ്ടോ? അത് വളരെ ഡീപ്പായിട്ടുണ്ട്. ഇപ്പം ആയുർവേദം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ഈ ആയുർവേദം ആയുർവേദത്തിന്റെ നമ്മുടെ കേരളത്തില് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം. ഈ അഷ്ടവൈദ്യന്മാരൊക്കെ അതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അഷ്ടാംഗ ഹൃദയത്തിൽ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. രാഗാദി രോഗാൻ സതതാൻ അസക്താൻ അശേഷകായ പ്രസൃതാൻ എന്നുവെച്ചാൽ ഈ രാഗാദി രോഗങ്ങളെ രാഗാദികളായിട്ടുള്ളതുമാണ് രോഗങ്ങളെ ഉണ്ടാക്കുന്നത്. രാഗാദികൾ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് അതാണ് ഈ രോഗങ്ങളെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നത്. അതിനെ കൺട്രോൾ. അപ്പൊ നിങ്ങൾ യോഗ നോക്കൂ, യോഗയിലും ഇത് തന്നെയാ പറയുന്നത്. ഈ യമ നിയമ ഒക്കെ ഇല്ലേ, നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളുടെ രോഗങ്ങളുടെ റൂട്ട് കോസ് നമ്മുടെ ഇമോഷൻസ്.
that is a very അതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളിപ്പം മോഡേൺ ഇപ്പം സയന്റിഫിക് പേപ്പേഴ്സ് ഒക്കെ ഇപ്പം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഫുഡാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? വിശ്വസിക്കാൻ പാടാണ്. പണ്ട് സമയം ഇപ്പൊ ഞങ്ങൾ അത് പഠിച്ചു തുടങ്ങി. ഫുഡാണ് എന്ന് പറയാം. അതെന്താ അങ്ങനെ പറയുന്നത്? കാര്യം നമ്മളുടെ ഉള്ളില് നമ്മളല്ലാതെ കോടാനുകോടി ആളുകൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ വായിൽ മാത്രം മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഉണ്ട്. നമ്മുടെ ഗട്ടിൽ അതിനെക്കാട്ടിലും കൂടുതലുണ്ട്. 100% ഉണ്ട്. അപ്പം അത് നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണെങ്കിലേ നമ്മുടെ വികാരങ്ങൾ നോർമൽ ആയിരിക്കത്തുള്ളൂ. അതിലാണ് അതാണ് നമ്മളുടെ ഗട്ടില് രണ്ടുപേര് തമ്മിൽ യുദ്ധമായാല് ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി അത് തന്നെയാണ്. ഇപ്പൊ പഞ്ചകർമ്മ എന്ന് വെച്ചാല് എന്തുവാ പഞ്ചകർമ്മ? പപ്പൂന് എന്തറിയാം? എനിക്കറിയത്തില്ല. പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അറിയാവുന്നത് കൂടുതൽ ഉഴിച്ചില് പിഴിച്ചില്. യഥാർത്ഥത്തിൽ അതല്ല പഞ്ചകർമ്മ. പഞ്ചകർമ്മ എന്ന് പറഞ്ഞാല് നമ്മള് ഈ വേണ്ടാത്ത ദോഷങ്ങളെയെല്ലാം പുറന്തള്ളുന്ന പ്രക്രിയയാണ് പഞ്ചകർമ്മ. അപ്പം വമനം, ഛർദിപ്പിക്കുക, വിരേചനം, വയറിളക്കുന്നത്, വസ്തി അത് എനിമ തെറാപ്പി, നസ്യം മൂക്കിക്കൂടെ നമ്മൾ മരുന്നൊഴിച്ചിട്ട് നേസൽ ഇതാണ് സൈനസിനെ എല്ലാം ക്ലിയർ ചെയ്യുന്ന തെറാപ്പി. പിന്നെ രക്തമോക്ഷണം എന്ന് വെച്ചാൽ ബ്ലഡ് ലെറ്റിംഗ്. അപ്പം ഇതെല്ലാം ചെയ്തിട്ട് നമ്മളുടെ ഈ ഏതാണോ കൂടുതലായിട്ട് ദൂഷിച്ചിരിക്കുന്നത് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എപ്പോൾ ചെയ്യും? ഇത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ആവശ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശമന തെറാപ്പി ചെയ്യും. ശമന തെറാപ്പി എന്ന് വെച്ചാൽ മരുന്ന് കൊടുത്ത് കുറയ്ക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും ഈ ആയുർവേദത്തിൽ ഇതെന്തിനാ? കഷായം, അരിഷ്ടം, ലേഹ്യം, ചൂർണം, ഇങ്ങനെ കുറേ സംഭവമില്ലേ? ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ കഴിക്കാൻ പാടില്ലേ? ഇതെല്ലാം ഒരു ടാബ്ലറ്റ് ആക്കി തന്നാൽ ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്ന ഇഷ്ടംപോലെ പേഷ്യൻസ് തരാറുണ്ട്. അപ്പം ഇതിനകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളിപ്പം ABC ഡ്രിങ്ക് കുടിക്കുന്നു, അത് ഹെൽത്തിയാണോ? ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് അത് ഹെൽത്തി ആണോ? മിതമായ അളവിൽ ഹെൽത്തി ആവണം. ഹെൽത്തി ആണോ? നിക്ക് ആണ് ആണ് ആണ്. അപ്പം ഈ ക്യാരറ്റില് എന്തുണ്ട്? കുഞ്ഞൂറോ? സി ഉണ്ട്. വൈറ്റമിൻ എ. അത് കിട്ടണമെങ്കിൽ എങ്ങനെ വേണം? ഇതൊക്കെ ബേസിക് ബയോളജിയാ. ക്യാരറ്റില് വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. അപ്പം നിങ്ങളത് പച്ചക്ക് തിന്നാലോ ജ്യൂസ് അടിച്ച് കുടിച്ചാലോ വൈറ്റമിൻ എ കിട്ടുമോ? ഇല്ല. അപ്പം നിങ്ങളത് കുക്ക് ചെയ്ത് കഴിക്കണ്ടേ? കുക്ക് ചെയ്താലേ നമുക്ക് അപ്പൊ ക്യാരറ്റിൽ നിന്ന് വൈറ്റമിൻ കിട്ടത്തുള്ളൂ. ഗൈസ് കേട്ടോളൂ, ദിസ് ഈസ് കമ്മിങ് ഫ്രം hundreds of years of Ayurvedic knowledge. അപ്പം അതാണ് അതിനകത്ത്. ഇത് ഞാൻ ആയുർവേദം അല്ല പറയുന്നത്, ഇത് മോഡേൺ ബയോളജിയാ പറയുന്നത്, സയൻസാ പറയുന്നത്. അപ്പം ഇതേ സംഭവം തന്നെയാണ് ഈ ആയുർവേദ മെഡിസിൻസിലും ഉള്ളത്. എന്ന് വെച്ചാൽ കഷായം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വസ് സോല്യൂബിൾ എക്സ്ട്രാക്ട്, വെള്ളത്തിൽ ഒരു മരുന്നിട്ട് തിളപ്പിച്ച് കിട്ടുന്ന സാധനം. അതിന് അക്വസ് സോല്യൂബിൾ ആയിട്ടുള്ള ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് മാത്രമേ അതിൽ ലയിക്കൂ. അതാണ് കഷായം. അരിഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഫെർമെന്റഡ് ആണ്. ഫെർമെന്റഡ് ആകുമ്പോൾ എന്താവും? ആൽക്കഹോൾ. അപ്പം ആൽക്കഹോൾ വോളറ്റൈൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഇതിൽ ചെല്ലുന്നത്. മനസ്സിലായോ? അപ്പം ലേഹ്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തൊരു മീഡിയം ഉണ്ട്. എന്തുവാ? ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര, ഒരു മീഡിയം ഉണ്ട്. ആ ഗ്ലൂക്കോസിന്റെ കൂടെ ബൈൻഡ് ചെയ്യുന്ന സാധനങ്ങൾ പോകുന്നു. ഇത് തോട്ട്ഫുള്ളി ബിൽഡ് ചെയ്തേക്കുന്ന. അപ്പം ഘൃതം ആൻഡ് തൈലം സെയിം തിങ്. ഇപ്പം നിങ്ങളുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ഒരു സാധനം പോകണമെങ്കിൽ ഉറപ്പായിട്ട് അതിലൊരു ഫാറ്റ് മീഡിയം വേണം. അത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്തൊരു സാധനം പോകണമെങ്കിൽ ഫാറ്റ് മീഡിയം വേണം. അപ്പം അതുകൊണ്ടാണ് ആയുർവേദത്തിൽ നേരത്തെ ചോദിച്ച എന്തുവാ മാനസിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകളെല്ലാം ഘൃത ഫോമിലാണ്. ഘൃതം എന്ന് വെച്ചാൽ നെയ്യ്, ഗീ ഫോമിലാണ്. മോസ്റ്റ്ലി എല്ലാ മരുന്നുകളും തന്നെ ഗീ ഫോമിലാണ്. അത് ഇതാണ്. അല്ലെങ്കിൽ ഇപ്പം വേറെ ഞാൻ പറയാം, ഇപ്പോൾ ഒരു അരിഷ്ടമുണ്ട്, സാരസ്വത അരിഷ്ടം എന്ന് പറഞ്ഞൊരു അരിഷ്ടം. അതാണെങ്കിൽ പാലിൽ കഴിക്കാനാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാല് അന്നേരം തിളപ്പിച്ചാറി
പാട ചൂടാതെ എന്നുവെച്ചാൽ നമ്മൾ അടിച്ചാറ്റത്തില്ലേ, അപ്പം ആ ഫാറ്റ് മീഡിയ അതിൽ തന്നെ ഉണ്ട്. ഫാറ്റ് വേണം എന്നിലേ അങ്ങ് ചെല്ലൂ. ഗൈസ്, ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ പോകുന്ന അറിവല്ല. കാരണം ഈ ഫാറ്റ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ചില സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ ചില രീതിയിലേ പറ്റൂ. നമ്മളിപ്പം പറഞ്ഞ ക്യാരറ്റ് എന്ന് പറഞ്ഞ സാധനം, നീ 1 കിലോ ക്യാരറ്റ് തിന്നാലും അതിൽ നിന്ന് ഒന്നും അകത്ത് കയറില്ല. ഒരു 10% പോലും വൈറ്റമിനെ കിട്ടില്ല. അതേസമയം നമ്മൾ നെയ്യിൽ വഴറ്റി കഴിക്കുന്നു എങ്കിൽ അതിൻ്റെ ഒരു 50-60 ഇരട്ടി സാധനം കിട്ടും. ഫാറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഈ വെസ്റ്റേൺ മീഡിയ പറഞ്ഞ് പേടിപ്പിക്കുന്നത് മാത്രമല്ല. അത് ഞാൻ പറയാം. ഇപ്പം നമ്മളിപ്പം സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് നമ്മൾ സയൻസിൽ പഠിക്കുന്നു. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കട്ടിയാകുന്ന, വെളിയിൽ വെച്ചാൽ കട്ടിയാവുന്ന സാധനം. അൺസാച്ചുറേറ്റഡ് കട്ടിയാകാത്തത്, ലിക്വിഡ് പോലെ ഇരിക്കും. ഇപ്പം പപ്പു പുറത്ത് താമസിച്ചപ്പം ഏതെണ്ണ കട്ടിയാവും? വെളിച്ചെണ്ണ കട്ടിയാവത്തില്ലേ? ആവും. നല്ലെണ്ണ കട്ടിയാവോ? കട്ടിയാവില്ല. പക്ഷെ ഘൃതം കട്ടിയാവും. ബാക്കി ഇങ്ങനെ നെയ്യും എല്ലാം കട്ടിയാവും. അപ്പൊ അതിനകത്തൊക്കെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആയുർവേദിക്കായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഈ കഫം കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കഫം ഇടണം. ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ളതെല്ലാം കുറച്ച് കഫം കൂടുതലുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പം നമ്മൾ ആ കഫം കുറയാൻ എന്താ വേണം? നമുക്ക് അത്രയ്ക്ക് സ്റ്റേണസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വി ക്യാൻ ഹാവ് സപ്ലിമെന്റ് ആയിട്ട് കഫം എടുക്കാം, ഇഷ്ടം പോലെ എടുക്കാം, ഫാറ്റ്സിന്റെ രൂപത്തിൽ എടുക്കാം. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ കൂടുതൽ പേര് സെഡൻഡറി അല്ലേ, അപ്പൊ നമ്മൾ ഒത്തിരി ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ അല്ല, ഇനി ബയോളജി പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഫാറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്താ, ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ബ്ലഡിനെ സ്മൂത്ത് ആയിട്ട് അതിന്റെ സർക്കുലേഷൻ നടക്കാൻ വേണ്ടി നമ്മുടെ ലിവർ ഉൽപ്പാദിപ്പിക്കും. നമ്മൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ ഇത് വരും. ഇതിനെ ഫാറ്റ് കൺവേർഷൻ ചെയ്യുന്നത് എന്താണ്? ഈ നമ്മൾ കഴിക്കുന്ന ചോറ് തന്നെ ശരീരം തന്നെ ഫാറ്റ് ആക്കും. അപ്പം നമ്മൾ ഒട്ടും ഈ എണ്ണയും അംശവും ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ ചോറ് കഴിച്ചാൽ മതി. നമ്മൾ ഒബീസിറ്റിക്ക് വരും, നമുക്ക് മെറ്റബോളിക് ഡിസോർഡേഴ്സ് വരും, ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം വരും. ലക്ഷ്മി, അതിൻ്റെ കൂടെ എനിക്കൊരു ചോദ്യം ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്, ഇപ്പം ഗുഡ് പ്രിവെൻഷൻ എന്ന് പറയുന്നില്ല, ഒരു ഗുഡ് വേ ടു ഫൈറ്റ് ബാക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ ഫാസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരുപാട് സ്റ്റഡീസ് ഇപ്പൊ വരുന്നുണ്ട്. ഞാനത് കണ്ട ഒരുപാട് ടെസ്റ്റിമോണിയൽ ഉള്ളത് പറഞ്ഞപ്പോൾ കോളൻ ക്യാൻസർ. ഇതിപ്പോ നമ്മൾ ആയുർവേദം ഇപ്പം പനി വരുന്നു, പനിയാണ് ആയുർവേദത്തിലെ ഏറ്റവും ഭയങ്കരമായ രോഗമായിട്ട് പറയുന്നത്. കോമൺ കോൾഡ്, ജ്വരം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചാപ്റ്ററും അതാണ്. ഏറ്റവും വലിയ അസുഖമായിട്ട് പറയുന്നത് ജ്വരമാണ്. പനിയായിട്ട് നമുക്ക് പറയാം. പക്ഷെ അതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ആദ്യം ഒരു പനി വരുക, എന്ത് ചെയ്യും? ശരിക്കും ആയുർവേദത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണ്, ലംഘനം, ഒന്നും കഴിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു 90% പനി വരുന്നതും ദഹനക്കേട് കൊണ്ടാണ്, നമുക്ക് തന്നെ അറിയാം. അപ്പം നമ്മളൊന്നും കഴിക്കാതിരുന്നാൽ തന്നെ അത് ബെറ്റർ ആവും എന്നുള്ളതാണ് ആ കൺസെപ്റ്റ്. അപ്പം ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട്, ഇപ്പം നമ്മൾ യൂഷ്വലി എല്ലാവരും പൊതുവിലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കും, പിന്നെ എല്ലാം നോർമലായിട്ട് ഭക്ഷണം കഴിക്കും. ഡയറ്റിൻ്റെ കാര്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പം അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ അടുപ്പ് കത്തിക്കുക, ഗ്യാസ് അടുപ്പല്ല, അല്ലാതെ വിറകടുപ്പ് കത്തിക്കുക. എങ്ങനെ കത്തിക്കും? വലിയ വിറകെടുത്ത് വെച്ചാൽ കത്തുവോ? ഇല്ല. ആദ്യം അത് ചെറുതായിട്ടിങ്ങനെ, നമ്മൾ അതിനൊരു ശ്ലോകം തന്നെ പഠിക്കുന്നുണ്ട്. യഥാ അണുരഗ്നി തൃണഗോമയാദി സന്ദുഷ്യമാനേ ഭവതി ക്രമേണ തഥാ പേയാദിഭിർ അന്തരഗ്നി എന്ന് വെച്ചാൽ, പേയം എന്ന് പറഞ്ഞാൽ കഞ്ഞി. അപ്പം നമുക്ക് പനി വരുന്നു, അന്നേരം നമ്മൾ കഞ്ഞി തന്നെ കഴിക്കുന്നത് നമ്മുടെ ഒരു പഴയ നാട്ടിൽ തണുപ്പാണ്, ഇപ്പം എല്ലാവരും മറന്നുപോയി. എന്ന് വെച്ചാൽ പതുക്കെ ആ ഡൈജസ്റ്റീവ് ഫയറിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിച്ചെടുക്കുക. ആദ്യം നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുന്നു, പിന്നെ അന്നേരം ഇച്ചിരി വിശപ്പ് വരും, അപ്പോൾ നമ്മൾ കുടിയേരി കഞ്ഞി കുടിക്കുന്നു, പിന്നെ കഞ്ഞി കുടിക്കുന്നു, പിന്നെ ചോറ് തിന്നണം.
പതുക്കെ പതുക്കെ തിരിച്ചു കൊണ്ടുവരിക. കൊണ്ടുവരിക ആ ഡൈജസ്റ്റീവ് ഫയറിനെ പഴയ നിലയിലാക്കുക. അതിന് ഞാൻ ഈ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഈ സംസ്കൃത ശ്ലോകം പറയുന്നത് ഈ സ്വാമിമാരും മുനിമാരും ആണ്. പിന്നെയാണ് എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ ശ്ലോകാസ് കണ്ടെയ്ൻ വെരി ഇൻഫർമേറ്റീവ് ഇൻഫർമേഷൻസ്, ഇൻട്രിക്കേറ്റ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. ഒരു പെൻഡ്രൈവിനകത്ത് നിങ്ങൾ 100 സിനിമ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെയാണ് രണ്ട് മനുഷ്യർ തമ്മിൽ വലിയ ഇൻഫർമേഷൻ. ഇപ്പം ലക്ഷ്മി ആന്റി പറഞ്ഞത് ഇത് നമ്മൾ ഈ കൊളോക്കിയൽ ലാംഗ്വേജ് തന്നെയാണ് സംസ്കൃതം. അതെ 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 സമയത്തെ അതെ അതെ പിന്നീട് അത് അധികം പേരിലേക്ക് എത്താനും അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അതിനെ വേറെ ഭാഷകള് ഓവർകം ചെയ്തു ഓവർടേക്ക് ചെയ്തു. സംസ്കൃതം ബേസ്ഡ് ആണോ? ആയുർവേദം എല്ലാം സംസ്കൃതം ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പറഞ്ഞ ശ്ലോകം എന്ന് പറഞ്ഞാല് ലക്ഷ്മി ആന്റി പറഞ്ഞില്ല, അതിനകത്ത് ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ പനി വന്നാൽ എങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ റീജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഒരു 2 മിനിറ്റ് മുന്നേ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പഞ്ചകർമ്മ ചെയ്യുന്നു, പഞ്ചകർമ്മ തെറാപ്പി ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴും നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഭയങ്കരമായിട്ട് ഇമ്പേർഡ് ആവും. ഈ ഇപ്പൊ ഛർദ്ദിപ്പിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 7-8 വട്ടം അങ്ങ് ഛർദ്ദിക്കുക. അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഭയങ്കരമായിട്ട് ഇമ്പേർഡ് ആവും. അതുപോലെ വയറിളകുകയാണെങ്കിലും ഇത് ഏത് തെറാപ്പി ചെയ്താലും അത് കഴിഞ്ഞിട്ടും ഇതേപോലെ തന്നെ ഈ ഡൈജസ്റ്റീവ് ഫയറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പേയാതിക്രമം പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നെയാണ് ഈ സ്നേഹസ്വേദമൊക്കെ ചെയ്ത് ഉത്ക്ലേഷണം ചെയ്ത് എല്ലാ ദോഷങ്ങളെയും നമ്മൾ ബോഡിയുടെ വെളിയിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലോട്ട് കൊണ്ടുപോവുക. ഓക്കെ ഓക്കെ നമ്മുടെ ശരീരത്തിലുള്ളതിനെ ഡൈജസ്റ്റ് ട്രാക്റ്റിലോട്ട് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ പഞ്ചകർമ്മ ചെയ്തിട്ട് ശുദ്ധി വരുത്തുന്നത്. I have one more ചോദ്യം റിലേറ്റിംഗ് ടു രാവിലെ ലക്ഷ്മിന്റെ ഹെഡ് മസാജ് വന്നായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഉറങ്ങിപ്പോയി. പക്ഷെ അത് ലക്ഷ്മിന്റെ എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, എടാ നിനക്ക് നല്ല പ്രാക്ക് ഉണ്ടല്ലോ. അതിന്റെ എനിക്ക് മനസ്സിലായില്ല. ലൈക്ക് ഡസ് ആയുർവേദ ഡീൽസ് വിത്ത് എനർജീസ് ഓർ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ? സൂപ്പർസ്റ്റിഷൻ മനുഷ്യർ അത്ര ഡീപ്പായിട്ട് ആയുർവേദം എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ പറയാം, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞ ഇപ്പം നമ്മൾ മസാജ് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, ആ എനർജി ലെവല് കിട്ടും. അപ്പം ഔട്ട് ഓഫ് ദ ബ്ലൂ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറെ കാണാം അത് നെഗറ്റിവിറ്റി വരുന്നേ. അപ്പം നമ്മൾ പോസിറ്റീവ് ആകുക എന്നുള്ളതാണ് അതിനെ ഓവർകം ചെയ്യാനുള്ള വഴി. നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മൾ കുറച്ചും കൂടെ സാധന ചെയ്യുക, കുറച്ചും കൂടെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മെൻ്റലി നമ്മൾ കുറച്ച് വീക്കായെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു നെഗറ്റീവ് എനർജി വരും. നമ്മളൊരു കോമൺ ലാംഗ്വേജിൽ ഇങ്ങനെ പറയുന്നതാ, മനസ്സിലായോ? എന്നുവെച്ചാൽ നിനക്ക് നീ കുറച്ച് ലോ എനർജി ലെവലിലാണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. Five practices or 3 practices daily. ഒരു ആയുർവേദം is a science that deals with the betterment of life എന്ന് പറയുന്നത് എല്ലാവർക്കും, ഈ എനിക്കും ഇവനും ഇത് കാണുന്നവർക്കും സ്ത്രീകൾക്കും പുരുഷർക്കും ജസ്റ്റ് ഡെയിലി ലൈഫിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. മിതാഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആഹാരം എന്ന് വെച്ചാൽ പപ്പുവിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കില്ല, എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. 100%. ഒരു വീട്ടിൽ തന്നെ ഒരേ ഭക്ഷണം കഴിക്കുന്ന 4 പേര്, പക്ഷെ അവരുടെ ആരോഗ്യവും ആയുസ്സും എല്ലാം വ്യത്യാസമായിരിക്കും. അതെന്തുകൊണ്ടാ? അത് പ്രകൃതി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് എല്ലാം പറയാൻ പറ്റത്തില്ല, അല്ല എല്ലാം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ഡീപ്പ് ആൻഡ് സോ ലോങ്. അപ്പം അതുകൊണ്ട് പ്രകൃതി, ഓരോ മനുഷ്യന്റെയും പ്രകൃതി അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ പ്രകൃതി ഒരാളുടെ ബോഡി വെച്ചിട്ട് ഇപ്പം ഇയാള് ഏത് കഫപ്രകൃതിയാണോ കഫവിത്ത പ്രകൃതിയാണോ ഇങ്ങനെ നമ്മൾ ഏത് ബിൽട്ടാണെന്ന് നോക്കിയിട്ട് അതിന് കുറച്ച് ആചാര്യൻ കുറച്ച് ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇത്ര ബിൽറ്റ് ആയിരിക്കും, ഇത്ര ഇതായിരിക്കും, അയാൾ ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്. ഇപ്പം ചില ആൾക്കാർ ഭയങ്കരമായിട്ട് സംസാരിക്കില്ലേ, ചില ആൾക്കാർ ഒട്ടും സംസാരിക്കില്ല. അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ഈ പ്രകൃതി അനലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രകൃതി വെച്ചിട്ടാണ് നമ്മൾ ആഹാരത്തിനെ ഇത് ചെയ്തത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക ഹൗ ദിസ് ഫുഡ് ഈസ് ആക്ടിങ് ഓൺ us.
എന്നിട്ട് നമ്മൾക്ക് ഹിതമായിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അത് ഈസിയാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം പപ്പു ഒരു ചായ കുടിച്ചു, കട്ടൻ ചായ കുടിച്ചു. കട്ടൻ ചായ കുടിക്കുമ്പം നമുക്ക് ചായ എന്ന് പറഞ്ഞാൽ ശരിക്കും കുറച്ച് ദഹനത്തിനെ കുറയ്ക്കുന്ന സംഗതിയാണ്. പാൽ ചായയുടെ കാര്യമല്ല, കട്ടൻ ചായ ദഹനത്തിനെ കുറയ്ക്കുന്ന സംഗതിയാണ്. പക്ഷെ അതിന് ഒരു ഹോർമോൺസിനെയൊക്കെ ഒന്ന് ഉണർത്തുന്ന അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ഈ പിന്നെ ആന്റി ഓക്സിഡൻസ് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് അതിനെ കോൺട്രവേഴ്ഷ്യൽ, ഞാനത് പറ്റി പോകുന്നില്ല. അപ്പം നമ്മൾ അപ്പം കുറച്ച് കഫം കുറച്ച് അഗ്നിയെ കുറയ്ക്കുന്നതാണ്. അതേസമയം കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഗ്നിദീപനമാണ്, കുറച്ചും കൂടെ കോഫി കുറച്ചും കൂടെ നമ്മുടെ എൻസൈംസിനെയൊക്കെ കുറച്ചും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടുന്നത്? അത് നമ്മൾ ഇപ്പം നമുക്ക് തന്നെ കുടിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ഇപ്പം കാപ്പി കുടിച്ചാലാണോ ഒരാൾക്ക് ഉണർവ് വരുന്നത്, അതോ ചായ കുടിച്ചാലാണോ വരുന്നത്? പക്ഷെ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡിൽ ഒന്നാ ന്യൂട്ടെല്ലയും ബ്രെഡ്. പക്ഷെ എനിക്കറിയാം അത് ബോഡിക്ക് അത്ര നല്ലതല്ല. ഈ ന്യൂട്ടെല്ല എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഒരു തുള്ളി ഓർഗാനിക് ഓർ നാച്ചുറൽ പ്രോഡക്ട്സ് ഇല്ല. ന്യൂട്ടെല്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫേക്ക് ലിക്വിഡ് സോൾഡ് അണ്ടർ ദ നെയിം ഓഫ് ന്യൂട്രീഷൻ ആൻഡ് നട്ട്സ്. അത് യഥാർത്ഥത്തിൽ അതിനകത്തുള്ള ഷുഗർ, അതിനകത്തുള്ള കെമിക്കൽസ്, അതിന്റെ നിങ്ങൾ അത് തിരിച്ചെടുത്ത് വായിക്കണം. ഈ ചായ കുടിക്കുന്ന പോലെ തന്നെ ഇപ്പൊ ചായ കുടിക്കുന്നത്, എനിക്ക് ചായ ഇഷ്ടമാണ്. ഇപ്പൊ എത്ര ചായ വേണമെങ്കിലും എനിക്ക് കുടിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ബോഡിക്ക് അതങ്ങനെയല്ല. ഒരു 2 ചായ കൂടുതൽ കുടിച്ചാൽ അത് എൻ്റെ ബോഡി അഫക്റ്റ് ചെയ്യും, എൻ്റെ ഡൈജഷനെ അഫക്റ്റ് ചെയ്യും. അത് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? ഫസ്റ്റ് അഡ്വൈസ് ഈസ് ഫൈൻഡ് ദ ഫുഡ് ദാറ്റ് സൂട്ട്സ് യുവർ ബോഡി. ഹിത ആഹാര കണ്ടുപിടിക്കുക. സെക്കൻഡ് വൺ മിത ആഹാര, അളവ് ശ്രദ്ധിക്കുക. എന്താ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം, ന്യൂട്ടെല്ലയും ബ്രെഡും കഴിക്കാം, പക്ഷെ അളവ് ശ്രദ്ധിക്കുക. പിന്നെ മിത ആയാസം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും നോർമൽ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. ചെറിയ ലേബർ ചെയ്യുക, ലേബർ അല്ല, എക്സസൈസ് ചെയ്യുക. അത് നമ്മൾ യോഗ പോലെ എക്സസൈസുകൾ അല്ല, അങ്ങനെയുള്ള വർക്കൗട്ട് പോലെ ഉള്ളത് ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ശരീരം വിയർപ്പിക്കുക, നമ്മളെ ആക്റ്റീവായിട്ടിരിക്കുക, സ്വെറ്റ് ചെയ്യണം, ബോഡി സ്വെറ്റ് ചെയ്യണം. പിന്നെ നോർമൽ സ്ലീപ്പ്, നന്നായിട്ട് ഉറങ്ങണം. ഒരു നല്ലൊരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാക്കുക, ഒരു സ്ലീപ്പ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉറക്കമാണ്. ആഹാരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. പാനീയം പ്രാണിനാം പ്രാണ എന്ന് വെച്ചാൽ, പാനീയം എന്ന് പറഞ്ഞാൽ വെള്ളം. പ്രാണി ജീവിക്കുന്ന ജീവനുള്ള വസ്തു, അതിന്റെ പ്രാണൻ. വാട്ടർ ഈസ് ലൈഫ്. അത് തന്നെ, അത്രേ ഉള്ളൂ. അപ്പം അതാണ് നമ്മൾ വെള്ളം കുടിക്കുക, കരിക്ക് വെള്ളം കുടിക്കുക, ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കുക, എന്താ വെള്ളം വേണമെങ്കിലും കുടിക്കാം, നമുക്ക് ഇഷ്ടമുള്ള വെള്ളങ്ങളൊക്കെ കുടിക്കാം. ഇപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഈ ഇപ്പം മധുരമുള്ളതിൻ്റെ, നേരത്തെ ന്യൂട്ടെല്ലയുടെ കാര്യം പറഞ്ഞു, അതെന്ന് വെച്ചാൽ ഈ നമുക്ക് ഗ്ലൂക്കോസ് വരുമ്പം നമ്മുടെ ശരീരത്തിനൊരു സന്തോഷമുണ്ട്, നമ്മുടെ സെൽസിന് എനർജി കിട്ടുന്നു എന്നൊരു സ്പൈക്ക് വരുന്നു, ഒന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമ്മളെ അത് വീണ്ടും വീണ്ടും കഴിക്കാൻ. ഇപ്പൊ മുട്ടായി ആണെങ്കിലും അത് തന്നെ, അത് ഉണ്ട്. അപ്പം അതൊരു വാസനയാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ രാഗാസിലൊരെണ്ണമാണ്. അപ്പം അതിനെ നമ്മൾ ആ റിയലൈസേഷനിലോട്ട് പോകണമെങ്കിൽ ഈ രാഗാസിനെ കൺട്രോൾ ചെയ്യണം. മനസ്സിലായോ? നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പൊ ഈ ഇപ്പം നേരത്തെ കുഞ്ഞ് ചോദിച്ചില്ലേ, പിന്നെ നമ്മൾ സെൽഫ്ലെസ് ആകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമ്മള് നമുക്ക് വേണ്ടിയാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ, എനിക്ക്, എൻ്റേത്, ഐ. സത്യത്തിൽ ഇതൊരു വൈഡ് സ്പെക്ട്രം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഐ എന്നുള്ളത് തന്നാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഐ അങ്ങ് നഷ്ടപ്പെടും. അതാ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ പേരെ എത്തിക്കാനാണ് ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് തന്നെ തുടങ്ങിയത്. അപ്പൊ ആ ഐ എന്നുള്ളതിന് നമ്മൾ
ഇപ്പം പിന്നെ ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഭയങ്കര കോൺട്രവേഴ്സ്യലായ ഒരു പോഡ്കാസ്റ്റിലായിരുന്നോ മൈത്രേന്റെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫോളോ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിനെ പറ്റി പറയുന്നൊരു കോണ്ടസ്റ്റ്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, പണ്ട് തിരുവനന്തപുരം കൊച്ചിയും തമ്മിൽ യുദ്ധമില്ലേ, ഇപ്പൊ യുദ്ധമുണ്ടോ? ഇപ്പൊ യുദ്ധമുണ്ടോ? കൊച്ചിയും മൈസൂരും തമ്മിൽ യുദ്ധമില്ലേ, ഇപ്പൊ യുദ്ധമുണ്ടോ? ഇപ്പൊ ഇന്ത്യയിൽ എവിടെങ്കിലും അങ്ങനെ യുദ്ധമുണ്ടോ? നമ്മൾ ഒന്നിച്ചായോണ്ടല്ലേ. അപ്പൊ ലോകം മൊത്തം ഒറ്റ ഇതിലായി കഴിഞ്ഞാൽ യുദ്ധമില്ലല്ലോ എന്ന് പറയുന്നൊരു അത് തെറ്റാണെന്ന് മൈത്രേയൻ പറയുന്നതിനെ തെറ്റാണെന്ന് ഇന്റർവ്യൂവർ പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്നതാ ഇങ്ങനെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇപ്പം ഞാൻ എൻ്റെ എന്നുള്ള ആ ഫീലിംഗ് കൊണ്ടാണ് നമുക്ക് ഈ രാഗാസ് മൊത്തം എന്ന് വെച്ചാൽ പപ്പു എന്നോട് ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പപ്പു അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് വിഷമായി, നമ്മുടെ ഇമോഷൻസ് അവിടെ പ്ലേ ചെയ്യും. വിഷമായി. അപ്പം എനിക്ക് വിഷമം പിന്നെ എന്ത് പറ്റും, കുറച്ച് കഴിയുമ്പോൾ ദേഷ്യമാവും. അപ്പൊ എനിക്ക് റിവെഞ്ച് ചെയ്യണമെന്നുള്ളൊരു ടെൻഡൻസി വരും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പൊ നമ്മുടെ എനർജി എല്ലാം എന്തിനാ യൂട്ടിലൈസ് ചെയ്യുന്നത്? നമ്മളുടെ ആ ഒരു വിഷമത്തിനെ നമ്മളുടെ ശരീരം മുഴുവൻ എഫക്ട് ചെയ്യാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അസുഖം എന്ന വാക്കിന്റെ സത്യം തന്നെ സുഖമില്ലായ്മ. അതേസമയം നമ്മളിപ്പം പപ്പു അങ്ങനെ ചെയ്തു, എനിക്ക് വിഷമായി, ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്ന് ആലോചിച്ചു. അപ്പം പപ്പുവിന്റെ ഭാഗവും കൂടെ ആലോചിച്ചു. അപ്പം അയ്യോ ഇത് അങ്ങനെ ആയിരിക്കാം, അല്ലെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ പപ്പുവായിട്ട് സംസാരിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് തീർത്തു, അവിടെ തീർന്നു, ആ ഇമോഷൻ അവിടെ അവസാനിച്ചു. അവിടെ ആ ഒരു പിന്നെ അതൊരു അസുഖത്തിലേക്ക് പോകുന്നില്ല. അപ്പം കുഞ്ഞു നേരത്തെ പറഞ്ഞതിന്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. എന്ന് വെച്ചാൽ നമ്മളിപ്പം മെന്റൽ ട്രോമ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഒന്ന് ഇതാണ്, ഗ്രീഡ് ആൻഡ് സെൽഫിഷ്നെസ് ആണ്. അത് നമ്മൾ ഒഴിവാക്കുക, നമ്മൾ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. അത് നമ്മൾ സ്കൂളിൽ തൊട്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ്, അത് നമ്മൾ ചെയ്യുക. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ അത് രണ്ട് വ്യക്തികൾ തമ്മിലാണെങ്കിലും എന്തോ കാര്യത്തിലാണ് സോൾവ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈഫിലോട്ട് വരുമ്പം നമ്മൾ ഒന്നുമില്ലാതാ വരുന്നത്, തിരിച്ചു പോകുമ്പോഴും ഒന്നുമില്ലാതാ പോകുന്നത്, ഇവരാരും കൂടെ കാണത്തുമില്ല. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ വേണ്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ആഹാരം, സ്വപ്നം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ശരിയാണ്. കാരണം നമ്മൾ എല്ലാവരും, ഞാനും ഡോക്ടറും പറയുന്ന എല്ലാം ട്രൈ ടു സീ ദ ബിഗർ പിക്ചർ അല്ലേ. നമ്മളെന്നുള്ളതല്ലാതെ നമ്മളുടെ അപ്പുറത്തെ വീട്ടിൽ ആളുണ്ട്, അവരും ജീവിക്കുകയാണ്, അതിനപ്പുറത്ത് ഒരു രാജ്യമുണ്ട്, അതിനപ്പുറത്തെ ലോകമുണ്ട്. ഇത് ഇത്രയും വലിയൊരു സംഭവമാണ്. ഇതിനകത്ത് യു ആൻഡ് ഐ ഡസന്റ് മാറ്റർ. അതെ, നമ്മുടെ ഈ ലോകം എന്നുള്ളതല്ല, നമ്മൾ കുറച്ചും കൂടെ വൈഡായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ഈ യൂണിവേഴ്സിന്റെ ഒരു ഒന്നുമല്ല, നമ്മൾ ഒരിക്കലും അല്ല. ലക്ഷ്മി വേറൊരു അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു യൂണിവേഴ്സൽ, ഞാൻ ഇപ്പം ഈ ആസ്ട്രൽ പ്രൊജക്ഷന്റെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സ്ലീപ്പ് സൈക്കിൾ ഭയങ്കരമായിട്ട് പോയി എന്ന് പറഞ്ഞാൽ, അപ്പൊ എനിക്ക് തോന്നിയ കുറച്ച് ഇൻസൈറ്റ്സ് കാര്യങ്ങളാ. ദർ ഈസ് എ ബിഗ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്, വി ആർ ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. അതെ, പക്ഷേ ഈ ഡീപ്പർ ആൻഡ് ഡീപ്പർ നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ വി ക്യാൻ ടാപ്പ് ഡീപ്പർ ഇൻ ടു ദാറ്റ്. അങ്ങനെ പോകുന്നതിനകത്ത് ഒരുപാട് പോകുമ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ് സ്ലാഷസ് കിട്ടിയ ഒരു ഫീൽ ഉണ്ട്. നെഗറ്റീവ് സ്ലാഷസ് വരും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായി എന്ന് വെച്ചോ, അത് ഇറ്റ്സ് എ ഫീലിംഗ്, വി ക്യാൻ ഓൺലി ഫീൽ ദാറ്റ്. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് അത് ഒരു ഗുരുവിന് മാത്രമേ അത് ഗൈഡ് ചെയ്യാൻ പറ്റൂ. ആ ഒരു സ്റ്റേജിന് അപ്പുറം കടന്നവർക്കേ അത് ഗൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പം അത് നമ്മളിപ്പം അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ ഭയങ്കര ടഫാണ് ഇപ്പോഴത്തെ ഒരു കാലത്ത്. കാര്യം നമുക്ക് റിയലായിട്ടുള്ളൊരു ഇത് എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ ആള് തനിയെ വരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, വരും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ഗൈഡൻസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇത് എന്ന് വെച്ചാൽ എന്താ, ഇതെല്ലാം എനർജിയാണ്, ഇതെല്ലാം എനർജിയാണ്. ആ എനർജി ഒന്നിച്ച് ഒരു പ്രൊപ്പോർഷനിൽ നല്ല രീതിയിൽ പോയാൽ മാത്രമേ അത് അടുത്ത ലെവലിലോട്ട് പോകത്തുള്ളൂ. തിരിച്ചാണെങ്കിൽ നമുക്കൊരു മെന്റൽ ഇൽനെസ് പോലെ വരത്തുള്ളൂ. അതെ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്
നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിവുണ്ട്. നമ്മൾ വേറൊരു എനർജി നമ്മളുടെ കൂടെ കൊണ്ടുപോവാ. അപ്പൊ അതും ഞാനും ഒരുമിച്ച് പോയില്ല എങ്കിൽ ഇത് എതിർക്കും. ഇപ്പം നമ്മൾ കുറച്ച് ആയുർവേദം വിട്ട് പോയിട്ട് പറയാം. ഇപ്പം എനിക്ക് അടുത്തൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ, സി Lakshman, you have given us 3 advices on what to do. Can you give us 3 advices what to never do? യെസ്, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ. അത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്റൻഷനലി ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ നോക്കുക, വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കുക. Ayurveda discuss about karma. നമ്മൾ സദ്വൃത്തം പഠിക്കുന്നുണ്ട്. സദ്വൃത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ ദിനചര്യയുടെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഡെയിലി റൊട്ടീൻസ് എങ്ങനെ ചെയ്യണം, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഋതുചര്യ പഠിക്കുന്നുണ്ട്. ഓരോ സീസൺ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ ഫുഡിനെ ആണെങ്കിലും നമ്മുടെ ഡയറ്റിനെ എല്ലാം മോഡിഫൈ ചെയ്യണം. ഇപ്പം അതൊക്കെ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ പറയാൻ സമയമില്ല. അങ്ങനെ അപ്പം അതുപോലെ പറയുന്ന ഒരു കാര്യമാണ് സദ്വൃത്തം. സദ്വൃത്തം എന്ന് വെച്ചാൽ എങ്ങനെ റൈറ്റസ് ആയിട്ട് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യാം അല്ലെങ്കിൽ ജീവിക്കാം എന്നുള്ളത്. അപ്പം അതിനകത്ത് പറയുന്ന കാര്യമാവും, നമ്മൾ സ്റ്റീൽ ചെയ്യരുത്, നമ്മൾ വേറൊരാളെ ഇന്റൻഷനലി ഹർട്ട് ചെയ്യരുത്, പിന്നെ നമ്മൾ ഒരാളുടെ ഒരു വസ്തു ആഗ്രഹിക്കരുത്, നമ്മൾ മോഷ്ടിക്കരുത്, നമ്മൾ ഒരു ജീവിയാണെങ്കിൽ പോലും നമുക്ക് വേറെ വഴിയില്ലെങ്കിൽ മാത്രമേ അതിനെ കൊല്ലാവൂ എന്നുള്ളത്. പക്ഷെ ആയുർവേദം ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പം നമ്മളൊരു മെഡിസിൻ എഴുതുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്ന പഥ്യമില്ലേ എന്നാണ്. ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുൾ കംപ്ലീറ്റ് വെജിറ്റേറിയൻ സംഭവമാണ്. അങ്ങനെയൊന്നുമല്ല. ആയുർവേദത്തിൽ നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും അത് ഹിതമായിട്ടുള്ള സാഹചര്യങ്ങളും അത് ഉപയോഗിക്കാനും ഒക്കെ പറയുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൂടാത്ത രസായനം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അജമാംസ രസായനം. അജമാംസം എന്ന് പറഞ്ഞാൽ ആടിന്റെ ആടിന്റെ മീറ്റാ. അപ്പം പിന്നെ നമ്മൾ എപ്പം ഏത് ഹിതം എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ പഥ്യം പറയുന്നതൊക്കെ. പഥ്യം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം പോലെ എന്താണ് ഹിതം, വാട്ട് ഈസ് ഗുഡ് ഫോർ യുവർ ബോഡി, അത് മാത്രം ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ. ഇനി എനിക്കൊരു സംശയം ഉള്ളതെന്ന് വെച്ചാൽ, ഇത്രയും നാളത്തെ എന്തുവാ 3 practices ഇന്റൻഷനലി ഒരു കാര്യം ഒരാളെ ഹർട്ട് ചെയ്യരുത്. ഇന്റൻഷനലി നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിനെ ആണെങ്കിലും ഹർട്ട് ചെയ്യരുത്. ഹർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് മെന്റലി ഓൾസോ നമുക്ക് വേദന ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ പോകരുത്. വേറൊരാളെ വേദനിപ്പിക്കാൻ പോകരുത്. പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ഇപ്പം ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാവട്ടെ, നമ്മൾ ഓവർ ഫുഡ് കഴിക്കുന്നതാവട്ടെ, നമുക്കിപ്പോൾ ബിരിയാണി ഇഷ്ടമാണെന്ന് പറഞ്ഞ് കാണുന്ന ബിരിയാണി മൊത്തം കഴിക്കരുത്. നമ്മൾ ആവശ്യത്തിന് മാത്രമേ കഴിക്കാവൂ. അതുപോലെ തന്നെ ഈ പിന്നെ എന്താ, നമുക്കിപ്പോൾ വയ്യാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയെ സ്ട്രെയിൻ ചെയ്യരുത്, അതിന് റെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കണം. അതിനുള്ള സമയം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒട്ടും ചെയ്യാത്തൊരു കാര്യമാണ്. റെസ്റ്റ് ചെയ്യുന്നില്ല. ആ ബോഡിക്ക് ഹീൽ ചെയ്യാനൊരു സമയം കൊടുക്കത്തില്ല. എല്ലാം ഫാസ്റ്റ് ആയിട്ട് വേണം. ഞാൻ ചോദിക്കാൻ വന്നത്, ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ആയുർവേദത്തിൽ നിന്നോ അതിൻ്റെ വെളിയിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവിൽ നിന്നോ ഒരു മാജിക്കൽ മെഡിസിൻ അല്ലെങ്കിൽ ഒരു മാജിക്കൽ രസായനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പോഷൻ അങ്ങനെ ഒരു മാജിക് ഒന്നും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രകൃതി അനാലിസിസ് ഒക്കെ പറയില്ലേ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ദോഷം നോക്കി കറക്റ്റ് ഏത് ദോഷമാണ് ഇമ്പേർഡ്, ഏത് ദോഷമാണ് കൂടിയിരിക്കുന്നത്, വൃദ്ധി എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതെങ്കിൽ അത് മാജിക് റിസൾട്ട് വരും. അതുകൊണ്ട് അത്ര ഈസി അല്ല, മനസ്സിലായോ? അത് അത്ര എന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുക്കുന്ന സാധനം തന്നെ വേറൊരാൾക്ക് സെറ്റ് ആവണമെന്നില്ല. അപ്പം നമുക്ക് ഇന്നതിന് ഇന്ന മരുന്നെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി. അത് അത്രയും നന്നായിട്ട് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത്രയും കറക്റ്റായിട്ട് നമുക്ക് മെഡിസിൻ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പം അടുത്തൊരു ചോദ്യം കൂടെ, നമ്മളുടെ ഈ ഗവൺമെന്റ് പല ചെടികളും ബാൻ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ കഞ്ചാവ് എന്ന് പറയുന്ന മരുവാന, കാനിബസ് എന്ന് പറയുന്ന അങ്ങനെ നമ്മളുടെ മണ്ണിൽ കിളിക്കുന്ന ചെടികൾ എന്തുകൊണ്ട് ബാൻ ചെയ്യുന്നു? ഓപ്പിയം ഒക്കെ മെഡിസിനൽ വാല്യൂ ഉണ്ട്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നോണ്ടാണ് അത് ബാൻ ചെയ്യുന്നത്. വേറെ വഴിയില്ലാതെ ചെയ്യുന്നത്. Ayurveda talks about psychedelics.
സൈക്കഡലിക്കിനെ പറ്റി സൈക്കഡലിക്സ് എന്ന് വെച്ചാൽ നമ്മളുടെ മഷ്റൂം അതുപോലെ മഷ്റൂംസ്, ഇല്ല, അങ്ങനത്തെ ഓപ്പിയം, കഞ്ചാവ്. കഞ്ചാവും ഒപ്പിയവും ഒക്കെ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മഷ്റൂംസ് എന്ന് പറഞ്ഞാലും ചില ടൈപ്പ് ഉപയോഗിക്കുന്ന മെഡിസിൻസ് പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്ന ഈ പ്രോപ്പർട്ടീസ് ഇങ്ങനത്തെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള സൈക്കോആക്റ്റീവ് പ്രോപ്പർട്ടീസ് അങ്ങനെയുള്ള അതൊന്നും അങ്ങനെയുള്ള മെൻഷൻസ് ഒന്നും എനിക്കറിയില്ല. ഓക്കെ. അക്കാഡമിക്കലി നമ്മളെ അതൊന്നും തൊടുന്നില്ല. ഓക്കെ. പക്ഷേ കനാബിസും ഒപ്പിയും ഒക്കെ നമ്മൾ മെഡിസിൻ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഷ്റൂംസും നമുക്ക് എഡിബിൾ ആയിട്ടുള്ളത് നോൺ എഡിബിൾ ആയിട്ടുള്ളതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ ഇതാണ്. പിന്നെ നിങ്ങളുടെ പഴയ ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഈ ആയുർവേദത്തിലെ പിന്നെ ഹെർബൽ അല്ലാതെ ഹെർബോ മിനറൽ മെഡിസിൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ മണ്ണൊക്കെയോ? എന്ന് വെച്ചാൽ ലോഹങ്ങൾ കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ. ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ഇടം ഭയങ്കര കഫക്കെട്ടായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്ത് ഒരു വൈദ്യരെ പോയി കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ സ്വർണം പൊടിച്ച് എന്തൊക്കെയോ എനിക്ക് തന്നിട്ടുണ്ട്. തിന്നാനോ? അതെന്ന് വെച്ചാല് അത് ഈ നമ്മളെ ഈ രസശാസ്ത്രം, കെമിസ്ട്രി, ആൽക്കമി അത് രണ്ട് രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ ലോവർ മെറ്റൽസിനെ ഹൗ ടു ഇംപ്രൂവ് ദം ടു ഹയർ വാല്യുബിൾ മെറ്റൽസ്, അതൊരു ടെക്നോളജി. സെക്കൻഡ് തിങ്, ഹൗ ടു യൂസ് ദിസ് ഇൻ മെഡിസിൻ. അപ്പം ഈ മെഡിസിൻ യൂസ് ചെയ്യുന്ന പാട്ട് ഞങ്ങൾ കുറേ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ലോഹങ്ങളെ എല്ലാം അത് ഭയങ്കര ഡീപ്പാണ്. എന്ന് വെച്ചാൽ അതിനെ എല്ലാം ശുദ്ധീകരിച്ച് ഇതിനെ ഭസ്മമാക്കുക. ഇത് പ്രത്യേക മെഡിസിൻസുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്ത് അതിനെ ബേൺ ചെയ്ത് അതിനെ ഭസ്മമാക്കി എടുക്കുക. എന്ന് വെച്ചാൽ ഭസ്മം എന്ന് പറഞ്ഞാൽ ഭയങ്കര നാനോ പാർട്ടിക്കിൾസ് ആണ്. അപ്പം അതിന്റെ എഫിക്കസിയും അത്രയ്ക്ക് വളരെ കൂടുതലാണ്. അപ്പം മെർക്കുറി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെർക്കുറി ഒരു മിസ്റ്ററി സാധനമാണ്. മെർക്കുറി ആണ് ഈ മെർക്കുറി കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മള് ബാൻ ചെയ്തു, അമേരിക്ക ബാൻ ചെയ്തു, അവിടെ ബാൻ ചെയ്തു, ഇങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ശോധനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ഇതില് പാർട്ടിക്കിൾ കിട്ടത്തില്ല നമുക്ക്. പക്ഷെ എന്ന് വെച്ചാൽ അതിന്റെ ഈ ഭസ്മം ആക്കുന്നതേ കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഈ അവരുടെ ലാബിൽ റിപ്പോർട്ടിലൊന്നും ഇത് വരത്തില്ല. പക്ഷെ അതിന്റെ എഫിക്കസിയും മെഡിസിനൽ വാല്യൂം ഭയങ്കര കൂടുതലാണ്. സ്വർണം, മെർക്കുറി, എല്ലാ മെറ്റൽസും തന്നെ. ഇപ്പം സ്വർണം ആണെങ്കിലും വെള്ളി ആണെങ്കിലും താമ്രമാണെങ്കിലും, താമ്രം കോപ്പർ ആണെങ്കിലും അങ്ങനെ എല്ലാ മെറ്റൽസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡയമണ്ട്സ്, നവരത്നങ്ങളില്ലേ, അതെല്ലാം അങ്ങനെ ഒരുപാട് മിനറൽ പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അന്ന് ആൽക്കമിയുടെ ഇത് പറഞ്ഞത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ അതിനൊരു ഭയങ്കര ഒരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. വേറൊരു ചോദ്യം ഞാൻ റീസെന്റ് വായിച്ചതാണ്. വിമാനശാസ്ത്രം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റിൽ നിന്ന് വായിച്ചത്. വിമാനശാസ്ത്രം എനിക്ക് തോന്നുന്നത് റിലേറ്റഡ് ടു ആയുർവേദ ഇൻ മെനി ആസ്പെക്ട്സ്. അന്ന് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഐ ബിലീവ് ബാക്ക് അവര് സൗണ്ട് കൊണ്ടുള്ള തെറാപ്പീസും അങ്ങനത്തെ ഫ്രീക്വൻസീസ് വെച്ച് ബ്രെയിൻസിനെ ആക്റ്റീവ് ആക്കണം. വിമാനശാസ്ത്രക്ക് പൈലറ്റ് പോകുന്നതിന് മുന്നേ അവരെ ഷാർപ്പാക്കാൻ എന്തൊക്കെയോ സൗണ്ട്. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. കാര്യം ഈ ഇപ്പം നമ്മളിപ്പം സേഫ് ഓർ ലളിതാ സഹസ്രനാമം അതെന്താണ് എന്ന് വെച്ചാൽ ലളിതാദേവിയെ സ്തുതിക്കുന്നു. നിങ്ങളത് സ്തുതിക്കുമ്പം എന്താണ് ആ ഉച്ചാരണത്തില് ഫ്രീക്വൻസീസ്. പിന്നെ നമ്മളത് മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മളത് ഇമാജിൻ ചെയ്യുവാണെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുവാണ്. അപ്പം നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്ന് വെച്ചാൽ ഈ ദേവിയെ ഇങ്ങനെ ദേവിയുടെ രൂപമാണ് വർണ്ണിക്കുന്നത്. അംഗത്തോടംഗം രൂപം വർണ്ണിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുക. അപ്പം അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ആ സാധനങ്ങളെല്ലാം നമ്മളെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിപ്പം ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ റൈറ്റ് സൈഡിലുള്ള കാര്യം ചെയ്യുമ്പോൾ അർത്ഥം വരും. മണി വിൽ കം വെൻ യു ഡു റൈറ്റ് തിങ്. അത് തന്നെയാണ് ഈ സംഭവം.
അപ്പം എന്നിട്ട് ഈ നേരത്തെ പറഞ്ഞ തൊട്ട് ഈ സൗണ്ട് തെറാപ്പി പോലെ തന്നെയാണ്. നമ്മളിത് ഉച്ചരിക്കുമ്പം ആ സിലബിൾസ് വരുമ്പം നമുക്കുണ്ടാക്കുന്ന ബ്രെയിനിലുണ്ടാക്കുന്ന ഒരു എഫക്റ്റ്. അതെ, ഇപ്പം ഏറ്റവും ഈ സ്തോത്ര ശ്ലോകാസ് ഇതെല്ലാം അതിനകത്ത് ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഏറ്റവും പുതിയ സ്റ്റഡി വന്നത് അങ്ങനെ എന്ന് വെച്ചാല് ഹം ചെയ്യുമ്പോൾ ബോഡിയിൽ നൈട്രിക് ഓക്സൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന്. എന്ന് പറഞ്ഞാൽ എന്നാക്കിയാല് ഇത് തന്നെയാ 10,000-15,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മളവിടെ നിന്ന് ഓം ഹും ഗ്രീം രാം എന്നൊക്കെ പറയുന്നത്. നൈട്രിക് ഓക്സൈഡ്സ് ക്യാൻസർ ഫൈറ്റിംഗ് ആണ്, നൈട്രിക് ഓക്സൈഡ്സ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ബോഡിക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ബോഡിയിൽ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ നിങ്ങൾ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഹം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സ്റ്റഡിയാണ് അതാണ് നേരത്തെ. So guys, we are closing to the end of the podcast. എനിക്കൊരു കാര്യം പറയാനുള്ളത്, you guys know what her value is. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും ദ amount of generational അതേപോലെ institutional and worldly spiritual knowledge she possesses. നിങ്ങൾക്ക് you can actually consult her. She is consulting in Anjal. കൊല്ലം ഡിസ്ട്രിക്റ്റില് അഞ്ചലിലാണ് പുള്ളിക്കാരിയുടെ സ്വന്തം ഹോസ്പിറ്റലാണ്. ഞങ്ങൾ ഓഫീസ് നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ മേക്ക് ഷുവർ യു ഗൈസ് ഹിറ്റ് ആൻ അപ്പോയിന്റ്മെന്റ്. നിങ്ങൾക്ക് അറിയാൻ വാല്യൂ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അതെ അതെ. ആൻഡ് ഡു യു ഹാവ് എനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ? എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്നത് ഇത്രയും കഴിഞ്ഞ 10 ലക്ഷം വർഷമായിട്ടും ഇല്ലാത്തൊരു, നമ്മളെല്ലാവരും പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സും ഹെൽത്ത് ഇൻഡസ്ട്രിയും ജീവിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പം. സത്യം. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അൺഹെൽത്തി മനുഷ്യർ ജീവിക്കുന്ന സമയമാണ് ഇപ്പം. ഡോക്ടേഴ്സിൻ്റെയും ഹെൽത്ത് ഇൻഡസ്ട്രിയുടെയും എണ്ണം കൂടുന്തോറും അൺഹെൽത്തി ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, മക്ഡൊണാൾഡ്സും ഓറിയോയും ഇവൻ പറഞ്ഞ ന്യൂട്രല്ലയും ഓൺ ചെയ്യുന്ന അതേ കമ്പനിയാണ് കിംസും ഇതുപോലുള്ള ഹോസ്പിറ്റൽസും ഓൺ ചെയ്യുന്നത്. ഇതൊരു കോൺസ്പിറസിയാണ് ഇത്. അത് പോട്ടെ. അപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളിലും നമ്മള് അധികം പറയാതിരിക്കാം. പക്ഷെ ഇതിനകത്ത് എവിടേക്കോ സത്യങ്ങളുണ്ട്. പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം ആഹാരം കഴിക്കുക, വിശപ്പുള്ളപ്പോൾ മാത്രം ആഹാരം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. എപ്പോഴും നമ്മളൊരു ഫോണിൽ നോക്കി ഗെയിം കളിച്ചോണ്ടിരുന്നാൽ നമുക്ക് ആക്റ്റീവ് അല്ല. നമുക്ക് അന്നേരം ഒരു മെന്റൽ പ്ലഷർ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ ആക്റ്റീവ് അല്ല. അപ്പം നിങ്ങൾ കുറച്ച് സമയം ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മുടെ ഒരു പാർട്ട് ഓഫ് ദ ലൈഫാണ് ഫോൺ എന്ന് പറയുന്നതാണേലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് വേണം. പക്ഷേ നമുക്ക് ഒരു നോൺ സ്ക്രീൻ ടൈം എന്തായാലും വേണം. അത് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പ്രയർ ടൈം വേണം. നിങ്ങൾ ബിലീവർ അല്ലെങ്കിൽ പോലും യു ഹാവ് ടു ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. അതിനൊരു സമയം വേണം. ഹിം ചെയ്യുക, ഓം പറയാ. ഇത് മതം പറയുന്നതോ ഹിന്ദു മുസ്ലിം അതൊന്നും അല്ല, എന്താണെന്ന് പഠിക്കുക. അതൊക്കെ എന്തുവാണെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലോട്ട് പോണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലുക്ക് ഇൻവേർഡ്സ്. അതെ അതെ. ഔട്ട്വേർഡ് ഉള്ള ഈ പ്ലഷർ എല്ലാം വിട്ടിട്ട് അമ്പലം, പള്ളി, മോസ്ക് അവിടെ ഒന്നും പോയാൽ നിങ്ങൾക്ക് ദൈവത്തിനെ കാണാൻ പറ്റൂല. അവിടെ പോകൂ. അത് ഡിപ്പെൻസ് പപ്പു. കാര്യം അതൊക്കെ എന്ന് പറഞ്ഞാൽ എനർജി ലെവലാണ്. ശരിയാണ്. അപ്പം അത് നമുക്ക് അങ്ങനെ പോണമെന്നും ഇഷ്ടമുള്ളവർ പൊക്കോട്ടെ, അതിനകത്തൊന്നും പ്രശ്നമില്ല. ഇത് ഈ മതമാണെങ്കിലും പാട്രിയോട്ടിസം ആണെങ്കിലും എന്താണെങ്കിലും അമിതമായാൽ അമൃതം വിഷം. ശരിയാ. ഒരു പരിധി കൂടുതൽ പോകരുത്. നമുക്കത് ആവശ്യത്തിന് മതി, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കിപ്പം ഇതൊന്നും ഇല്ലാതെ നമ്മൾ റിയലൈസേഷൻ വരുന്ന ആൾക്കാരില്ലേ? അതെ അതെ. ഒരു കാര്യം കൂടെ, ലക്ഷ്മി ആൻറ്റി എനിക്കൊരു കാര്യം പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ ഇപ്പം അത് ഓർത്തതാ. ഭോഗി രോഗി ഈ ഭക്ഷണം കഴിക്കുന്ന അളവ് കൂടുന്തോറും എന്തോ ഒരു സംസ്കൃതത്തിൽ ഒരെണ്ണം ഉണ്ടല്ലോ, അതെന്തുവായിരുന്നു? 3 നേരം കഴിച്ചാൽ ത്യാഗി എന്തോ ഒരു വാക്കുണ്ടല്ലോ. അതിപ്പോ പെട്ടെന്ന് ഞാനും ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി. അതെന്ന് വെച്ചാൽ ആയുർവേദത്തിനകത്ത് 2 ടൈം മീലേ പറയുന്നുള്ളൂ.
അതിൽ കൂടാൻ പാടില്ല. 2 ടൈം ഫുൾ മീൽസാ. സൺസെറ്റ് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ പറയുന്നില്ല. അതെ, എന്ന് പറഞ്ഞാൽ അതിന്റെ സയൻസ് എന്താന്ന് പറഞ്ഞാൽ സൂര്യൻ മുകളിലുള്ളപ്പോൾ മാത്രമേ നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയർ വർക്ക് ചെയ്യുമെന്നാണ്. അത് ഇപ്പം അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ അല്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക. ഒരു 2-3 hours ബിഫോർ യുവർ സ്ലീപ്പ് ഭക്ഷണം കഴിക്കുക. കഴിച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മൾ സ്ലീപ്പിംഗ് അവേഴ്സിൽ നമ്മുടെ ഓർഗൻസിനൊക്കെ ഒരു റെസ്റ്റ് കിട്ടാനുള്ള രീതിയിൽ ഇത് ചെയ്യുക. ലേറ്റ് നൈറ്റ് ഫുഡ്സ് കഴിയുന്നതും ഒഴിവാക്കുക. ലേറ്റ് നൈറ്റ് ഒന്നും കഴിക്കാതിരിക്കുക. അത് പിന്നെ നമ്മൾ നമ്മളൊരു ബോഡി ക്ലോക്ക് വെച്ചിട്ട് സൈക്കേറിയൻ ഋതം വെച്ചിട്ട് തന്നെ സ്ലീപ്പിന് ഇത് ചെയ്യുക. ഒരുപാട് സ്ലീപ്പിന് നമ്മുടെ ശരീരത്തിന് നമ്മൾ തന്നെ കുറേ അങ്ങ് കഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പം നമുക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങുക. അതെ, നിങ്ങൾക്ക് ബോഡി എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കുക. ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, ടോർച്ചർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഈ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കാൻ പറയുന്നത്. ഡ്രിങ്ക്സിന്റെ കാര്യം പറയണം. ഇപ്പം നമ്മള് മദ്യമല്ല, അല്ലാതെ നമ്മൾ കോള പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇല്ലേ, അപ്പൊ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് തൊട്ട് ഈ ഷുഗർ ഇത് വരുമ്പോൾ നമുക്കൊരു അതുകൊണ്ടൊരു സന്തോഷം കിട്ടും, പ്ലഷർ കിട്ടും. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞ് ഹൗ യുവർ ഡൈജഷൻ വർക്ക്സ് എന്നൊന്ന് കീനായിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പം അത് നിങ്ങൾക്ക് നല്ലതാണോ പല്ലാന്നോ അവിടെ ഉത്തരവുണ്ട്. ആ ഉത്തരം അനുസരിച്ച് മാത്രം നിങ്ങൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ രാവിലെ എണ്ണീറ്റ്, ഞാൻ ചെയ്യണമെന്നൊന്നും പറയുന്നത് ചെയ്യരുത്, പക്ഷെ രാവിലെ എണ്ണീറ്റ് ഉറക്കം എണ്ണീറ്റ് ഒരു കുപ്പി കൊക്കക്കോള കുടിച്ചിട്ട് നിന്റെ അന്നത്തെ ദിവസം ഒന്ന് വാച്ച് ചെയ്യുക. വളരെ ബാഡ് ഡൈജഷനും വളരെ ബാഡ് ഹൈഡ്രേഷനും അന്നത്തെ തലവേദന ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ തൊടില്ല. അങ്ങനെ നിർത്താൻ പറ്റും. അല്ലാതെ ഇന്ന് മുതൽ എനിക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ എടുത്ത് കുടിക്കും. പക്ഷെ ഒരു റിസൾട്ട് കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തൊടത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. സോ ഗൈസ്, sun is on the verge. അതെ, അഗ്നി അണയാറായി. അതുകൊണ്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പ് ചെയ്യും. ഗൈസ്, താങ്ക് യു ഫോർ കമ്മിങ് ബ്രോ. ഇറ്റ്സ് such a beautiful conversation with you. സത്യം ഞങ്ങള് ഇത് ഫാമിലിയാണ്. ഞങ്ങൾ എപ്പോഴും ഇത് കാര്യങ്ങൾ പറയുന്നതാണ്. ആൻഡ് നിർബന്ധിച്ചു കൊണ്ടിരുത്തി. ആൻഡ് ഇതിലും വലിയ നോളജൊക്കെ ഇനിയും വരും. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇഫ് യു നീഡ് ആൻ എക്സ്പേർട്ട് ഇൻ ദ ടോപ്പിക്, നിങ്ങളുടെ സിംറ്റംസ്, നിങ്ങൾക്ക് വയറുവേദന വരുമ്പോൾ ടാബ്ലറ്റ് ഇന്ന് വേദന മാറ്റുന്നതല്ലാതെ എന്തുകൊണ്ട് വയറുവേദന വന്നു, എവിടുന്ന് വന്നു, അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യക്തിയാണിത്, നമ്മളുടെ ഫാമിലി ഡോക്ടറാണ്. അപ്പോൾ ഷീ ഈസ് അവൈലബിൾ ടു ദ ഹോൾ വേൾഡ്. അതിനുള്ള ഒരു വഴി ഞങ്ങൾ മൂലം പറ്റുമെങ്കിൽ അത് ലോകത്തിലൊരു നല്ല കാര്യമാണ്. യെസ്, വി ഹാവ് സീൻ മിറാക്കിൾസ് ഇൻ. അത് നമ്മളിവിടെ പറയേണ്ട, ബ്രാഗ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ഡോക്ടർമാരെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതുപോലുള്ള ഒരാളെ ഞങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ്. So that is it, guys. Yeah. Sri here, Dr. Lakshmi. Hema Ayurvedic. Oh, Hema Ayurvedic. Okay, guys. Okay. Paduthotam.